بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. رب شعث أغبر مدفوع بالأبواب، لو أقسم على الله لأبره. صدق شفيعنا رسول الله صلى الله عليه وسلم. وكل ولي له قدم وإني على قدم النبي بدر الكمال. أنا الجيلي محيي الدين اسمي، وأعلامي على رؤوس الجبال. وعبد القادر المشهور اسمي، وجدي صاحب العين الكمال. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഒരത്യാവശ്യ കാര്യത്തിന് വേണ്ടി നീണ്ട ഒരു യാത്ര പോയി വരാൻ അല്പം വൈകിയതാണ്. പൊതുവെ വൈകുന്ന സ്വഭാവം ഇല്ല. നേരത്തെ വന്ന് നേരത്തെ അവസാനിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ പ്രകൃതം. അതുകൊണ്ട് കുറവൊന്നും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, നല്ല പ്രാർത്ഥനയും നസീഹത്തും നടത്തി ശേഷവും പണ്ഡിതന്മാർ, ബാക്കവി ഉസ്താദും അതിനു മുമ്പൊക്കെ ആളുകൾ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ നല്ല മജ്ലിസാണ്. ബാക്കിയുള്ള നേരം അല്പം ചില കാര്യങ്ങൾ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായി ബന്ധപ്പെട്ട് ബറക്കത്തിന് വേണ്ടി അവരൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരാൻ വേണ്ടി
നമ്മളൊന്നും അവരെ പറയാൻ മാത്രം വലിയ ആളുകളൊന്നുമല്ല. നമ്മൾ ഈ സമാനിൽ ഏറ്റവും ദുർബലരായ മിസ്കീന്മാരായ ആളുകളാണ്. ഇൽമും അമലും കുറഞ്ഞവരാണ്, പാപികളാണ്, ദോഷികളാണ്. എങ്കിലും മഹാരഥന്മാരെ അനുസ്മരിക്കുമ്പോൾ, അവരുടെ മദ്ഹുകൾ പറയുമ്പോൾ അത് പാപം പൊറുക്കുന്നതിനുള്ള വലിയ നിമിത്തമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഹദീസുണ്ട്. അമല് ചെയ്യുക എന്ന് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളായ ആളുകൾ, അവർക്കുള്ള ഏറ്റവും വലിയ മഹത്വമാണ് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ എണ്ണിപ്പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അവരുടെ വിശ്വാസം, ഈമാൻ, അചഞ്ചലമായ വിശ്വാസം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് തീർത്ത് പറഞ്ഞവർ, എന്ത് പ്രയാസവും പ്രതിസന്ധിയും വന്നാലും ഒരു മാറ്റവുമില്ലാതെ, ഒരു പ്രകോപനത്തിനും പ്രലോഭനത്തിനും വഴങ്ങിക്കൊടുക്കാതെ മനസ്സിൽ ഉറപ്പിച്ച ആ വിശ്വാസം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന ആളുകൾ. ഈമാൻ അത്രയും അവർക്ക് കടികട്ടിയാണ് നടത്തുന്നത്. എത്ര പ്രതിസന്ധികൾ വന്നാലും റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളെ പരിപാലിക്കുന്നവൻ, സൃഷ്ടിച്ചവൻ, പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണ്, എല്ലാ നിലക്കും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്നുറപ്പിച്ചു പറയുന്ന വിശ്വാസം അതെപ്പോഴും നമ്മിൽ വേണം. നിങ്ങൾ നോക്ക്, നാം ഇന്നും ഓതിയ സൂറത്തുൽ കഹ്ഫിൽ അതിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്ത വലിയ ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ്. അവര് താടിയും മീശയും കിളിർത്ത് വരുന്ന യുവത്വ കാലത്ത് അള്ളാഹുവിന്റെ വിശ്വാസം ശരിക്കും മനസ്സിലുറപ്പിച്ച് അത് കൂട്ടുകാരോടും മറ്റുമൊക്കെ സ്വകാര്യമായി പങ്കുവെച്ച് നല്ല തറവാട്ടിൽ ജനിച്ച പ്രമാണിമാരായ ആളുകളുടെ മക്കളായ 7 ചെറുപ്പക്കാർ, ദഖിയാനൂസ് രാജ എന്ന് പറയുന്ന അന്നത്തെ രാജാവ്, വിഗ്രഹാരാധകനായ രാജാവ്, അവരെ പിടികൂടി ധാരാളം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തി രാജാവിന്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെയൊന്നും പോയാൽ നിങ്ങൾ ശരിയാകൂല, അത് നിങ്ങളുടെ യുവത്വം കൊണ്ടുവരുന്ന ഓരോ കുസൃതിയാണ് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവരെങ്ങനെ മാറ്റാനൊരുങ്ങുന്ന സമയത്ത് ഉറച്ച മനസ്സോടെ അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. രാജാവേ, നിങ്ങൾ ഞങ്ങളുടെ റബ്ബല്ല, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളൊന്നും ഞങ്ങളുടെ റബ്ബല്ല. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹുവിനെ മാറ്റി നിർത്തി മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല. അങ്ങനെ ഒരു ഇലാഹുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ലഖദ് ഖുൽനാ ഇദൻ ശതതാ, ഏറ്റവും വ്യാജമായ ഒരു വാക്കാണ് ഞങ്ങളാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാനില്ല. ഉറച്ച മനസ്സോടെ അവർ 7 പേരും ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചപ്പോ രാജാവിന് മനസ്സിലായി ഇവരുടെ തീരുമാനം ഉറച്ച തീരുമാനമാണ്. ഒറ്റയടിക്ക് കാര്യം പറഞ്ഞാൽ ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയൂല എന്ന് കരുതിയിട്ടാണ് രാജാവ് അവർക്ക് അവധി കൊടുത്തു പോയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കണം. ഞാനൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും വരെയെങ്കിലും നിങ്ങൾ ചിന്തിച്ചു മാറണം. യാത്രക്ക് പോയപ്പോഴാണ് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവരൊരുമിച്ച് കൂടി ചിന്തിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. എല്ലാവരും പറഞ്ഞു, ഈ കുഫറിന്റെ നാട്ടിൽ നിന്ന് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തുന്നതിന് നമുക്ക് സ്വകാര്യമായി ഒന്ന് യാത്ര പോകാം. യാത്ര പോകുന്ന സമയത്ത് അല്ലാഹുവോട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ
ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. റബ്ബേ, ഞങ്ങൾ നാട് വിട്ടുപോകുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും ആളുകൾ ഞങ്ങളെ പിടിക്കുമോ എന്ന് കരുതിയിട്ടല്ല, നിന്റെ വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണം. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യത്തിന്റെ അവസാനം നീ നന്നാക്കി തരണം. ഞങ്ങൾ എവിടെ പോയി താമസിച്ചാലും ഞങ്ങളെ കൊണ്ട് നീ നല്ല അന്ത്യം നൽകണം. 300 വർഷം ഒരു ഗുഹയിൽ താമസിച്ച് ശരീരത്തിന് ഒരു തുള്ളി വെള്ളം പോലും തട്ടിക്കാതെ, വെയിലിന്റെ ഒരു തുള്ളി പോലും കൊള്ളിക്കാതെ നല്ല മഹത്വം അല്ലാഹു നൽകിയ ആ മഹാന്മാർ 300 വർഷക്കാലം അവിടെ ജീവിച്ചിട്ടും കാര്യമായവരുടെ ശരീരത്തിന് മാറ്റങ്ങളൊന്നും വന്നില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ മുഖഭാവം മാറിയില്ലേ, ആരോഗ്യം മാറിയില്ലേ, കഴിവ് കുറഞ്ഞില്ലേ, ദുർബലതയേറി വന്നില്ലേ, ശരീരത്തിന്റെ പല സൗകര്യങ്ങളും ആരോഗ്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞു പോയില്ലേ. ഇത്രയും വർഷം അവിടെ താമസിച്ചിട്ടും ആരോഗ്യത്തിനൊരു കുറവില്ല, ഭംഗിക്കൊരു മാറ്റമില്ല. അവരുടെ മുടി കുറച്ചിങ്ങനെ നീണ്ടു വന്നു എന്നല്ലാതെ കാര്യമായി മാറ്റങ്ങളൊന്നുമില്ല. ആ മഹാന്മാർ ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റപ്പോ അവർക്ക് അല്ലാഹു തആല അവരുടെ പ്രാർത്ഥനക്ക് നൽകിയ ഫലം, അവരെ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു ഈമാൻ നൽകി. ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ കലർപ്പില്ലാതെ ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ നിങ്ങൾ നോക്ക്, ഇന്ന് പലർക്കും കഴിയാതെ പോകുന്നത് അതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യം ഹനിക്കുകയാണെന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരി സഹോദരന്മാർ മതത്തിൽ നിന്ന് ചാടിപ്പോവുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളെ എല്ലാവരെയും ബാപ്പമാര് വരുമ്പോ ഇതുപോലത്തെ സദസ്സിൽ കാണണം. നിങ്ങൾ ഇവിടെ മുത്തുമൂമിനീങ്ങളെ പോലെ ഇരിക്കുമ്പോ മക്കളപ്പുറത്ത് റോഡിന്റെ ഏതെങ്കിലും തെരുവീതികളിൽ ആർക്കോ വേണ്ടി ശണ്ട കൂടുന്നവരാകരുത്. ആർക്കോ വേണ്ടിയിട്ട് റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ റബീഉൽ ആഖിറിൽ തന്നെ സത്യത്തിൽ ആഘോഷിക്കേണ്ട ആഘോഷങ്ങൾക്കല്ലാതെ പതാക ചൂടുന്നവരാകരുത്. അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെലവഴിച്ച് കൊടികളും തോരണങ്ങളും കെട്ടുന്നവരാകരുത്. നമ്മുടെ സബീലിലായിട്ട് തന്നെ നമ്മുടെ മക്കളുണ്ടോ എന്ന് നല്ലൊരു ചിന്ത വേണം. അപ്പോഴേ നമ്മളുടെ ഉദ്ദേശവും നമ്മളുടെ പ്രാർത്ഥനയും അല്ലാഹു സഫലമാക്കി തരൂ. നമ്മുടെ ജീവിതം കൊണ്ട് ആഖിറത്തിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയൂ. നിങ്ങൾ നോക്കുക, അസ്ഹാബുൽ കഹ്ഫ് ഈമാൻ അടിയുറപ്പിച്ചുകൊണ്ട് ഗുഹയിലേക്ക് പ്രവേശിച്ച് 3 നൂറ്റാണ്ട് അതിൽ താമസിച്ച് പുറത്തു വരുമ്പോ അവരുടെ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകിയ ഫലം വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ നല്ല അവസാനം നീ നന്നാക്കി തരണം, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണം. ഞങ്ങൾ എങ്ങനെ ഈ ഗുഹയിൽ നിന്ന് പുറത്തു വരുമ്പോഴും അതുകൊണ്ട് വലിയ സന്മാർഗം മറ്റുള്ളവർക്ക് നീ നൽകണം. 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേറെ ഒരു സംശയമാണ് പിന്നെ വന്നിരിക്കുന്നത്. അവർ അള്ളാഹുലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ പുനർജീവിതം ഉണ്ടോ ഇല്ലേ എന്നൊരു സന്ദേഹം. അതാണ് അപ്പത്തെ കാലത്ത് ആളുകൾക്കുള്ളത്. 3 നൂറ്റാണ്ട് കഴിഞ്ഞ പുനർജീവിതം. അന്നത്തെ രാജാവ് നല്ലൊരു മനുഷ്യനാണ്, ബൈദറൂസ് എന്ന പേരുള്ള സ്വാലിഹായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ എപ്പോഴും അല്ലാഹുവിനോട് ദുആർക്കാണ്, പഠിച്ചോനെ ഈ ജനങ്ങൾ ഈമാനൊന്ന് നീ രക്ഷപ്പെടുത്തണം, അതിനെന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവരണം. ആ ദുആഇന്റെ ഫലമായി 300 വർഷക്കാലം ഒരു ഗുഹയിൽ താമസിച്ച ആളുകൾ പുറത്തു വരുന്നത് ജനങ്ങൾക്ക് വലിയൊരു ദൃഷ്ടാന്തമായി. ആളുകളോട് ചോദിച്ചു രാജാവ്, ഇതേതാ കാലക്കാരെന്നറിയോ നിങ്ങൾക്ക്? 3 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചവരാണ്. ഇവരിത്രയും കാലം ആ ഗുഹയുടെ ഉള്ളിലായിരുന്നു. ഇവർക്കാരാണിപ്പോൾ പുറത്തേക്ക് വരാൻ ജീവൻ നൽകിയത്, സൗകര്യം കൊടുത്തത് ആരാ? അല്ലാഹു തആല.
അതുകൊണ്ട് നിങ്ങൾ മരിച്ച് ആ മണ്ണിൽ നിന്ന് പുറത്തെടുക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. പുനർജീവിതത്തിന്റെ വലിയ തെളിവായിട്ട് ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി അവരെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. അസ്ഹാബുൽ കഹ്ഫിനെ കൊണ്ട് അന്നത്തെ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരൊന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്ക് അവരെല്ലാവരും വിശ്വസിച്ചു. ജനങ്ങൾക്ക് അതായിരുന്നല്ലോ അന്ന് പ്രശ്നം. ജനങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ഖിയാമത്ത് നാളിൽ ഒരു സംശയവുമില്ല, പുനർജീവിതത്തിൽ സംശയത്തിനൊരു പഴുതുമില്ല. അതിന് വലിയൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിടെ നൽകിയത്. വിശ്വാസം കാക്കാൻ വേണ്ടി പോയ ആളുകളെ കൊണ്ട് അള്ളാഹു തആല നൽകിയത് ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ഈമാനിന്റെ സംരക്ഷണമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈമാൻ ശരിയാകണം. ഔലിയാക്കളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടതാണ്. അവരെ ഈമാൻ 100% ശരിയാണ്. അള്ളാഹു പൊരുത്തപ്പെടുന്ന ഈമാനാണ്. ഒരു ചെറിയ ചാഞ്ചല്യം പോലും അവരെ വിശ്വാസത്തിൽ കാണാൻ കഴിയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ. വിശ്വാസം മാത്രം മതിയോ? പോരാ, പിന്നെ അവർ ഇസ്തിഖാമത്തിലായി ജീവിച്ചു. സഹോദരങ്ങളെ, എന്താണ് ഇസ്തിഖാമത്ത്? നേർക്ക് നേരെ ജീവിക്കുക എന്നൊക്കെ അർത്ഥം വെക്കും. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിന് വിവക്ഷിച്ചത് എല്ലാ ശരിയായ മാർഗങ്ങളും സ്വഭാവങ്ങളും സ്വീകരിക്കണം. അബുൽ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ ഇസ്തിഖാമത്തിന്റെ പദവിയിലെത്തണമെങ്കിൽ 10 കാര്യങ്ങൾ അയാൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആ പദവിയിൽ എത്തിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഒന്നാമതായി ഞാൻ പറയട്ടെ, ഈ പറയാൻ പോകുന്നത് ഞാൻ 10 വിശദീകരിക്കുന്നില്ല. 10 കാര്യത്തിനും വേണ്ട അടിസ്ഥാന വിഷയം ക്ഷമയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഹിഫ്ളുൽ ലിസാൻ എന്നാണ്. നാവിനെ സൂക്ഷിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇപ്പൊ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏൽപ്പിച്ച മൂല്യം ഇവിടെ ഇവർക്കൊക്കെ നേരം പങ്കി വരുന്ന പണിയാണ്. പലരും പറഞ്ഞിട്ടുണ്ടാകും, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രയും പറയാം, എനിക്കൊരു സന്തോഷമുള്ളൂ. കാരണം എന്റെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ കിട്ടൂലേ. മാരിവിന്ദേശങ്ങൾ ചൊല്ലിയതും സ്വലാത്തില്ലിയതും ദിക്റില്ലിയതും നല്ല നീയത്തോടെ ഇരുന്നതൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഞാൻ അധ്വാനം കുറച്ചാൽ മതിയല്ലോ, ഫർദ് മാത്രം നിസ്കരിച്ചാൽ മതി, ബാക്കി എല്ലാവരും പറഞ്ഞാൽ അത്ര സുഖം. നാവിനെ സൂക്ഷിക്കാനുള്ള കഴിവ് വേണം. നാവിനെ സൂക്ഷിക്കാനുള്ള കഴിവാണ് ഒന്നാമതായി എണ്ണിപ്പറഞ്ഞത് ഹിഫ്ളുൽ ലിസാൻ. എല്ലാ കഴിവാണ്, ആളുകൾക്കില്ലാത്തതല്ലേ. നിങ്ങൾ എവിടെയും പരിശോധിച്ചു നോക്കൂ, എവിടെയും നമ്മൾ ഒരുമിച്ച് കൂടിയാൽ ആ സഭക്കുള്ള ഏറ്റവും വലിയ ദുരന്തം എന്താ? നാവിന്റെ വിനകളാണ്. അടക്കി പിടിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു ദിവസം പറയാൻ കഴിയോ, ഉസ്താദേ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഗീബത്തും പറഞ്ഞിട്ടില്ല, ഒരു നമീമത്തും പറഞ്ഞിട്ടില്ല, ഒരു മോശവും പറഞ്ഞിട്ടില്ല, ഒരാളോടും പങ്കുവച്ചിട്ടില്ല എങ്കിൽ അന്നത്തെ ദിവസമാണ് ഏറ്റവും വലിയ പെരുന്നാളിന്റെ ദിവസം. അന്നത്തെ ദിവസമാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം. നാവിനെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയൊരു കഴിവാണ്. 4 ആൾ കൂടി മൗലിദ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. മൗലിദൊക്കെ നല്ല റാഹത്തുള്ള നല്ല ഉസ്താദുമാര് തങ്ങന്മാരൊക്കെ ദ്വാരം ആമീൻ പറഞ്ഞ് അവരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. നമുക്കിഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ നല്ല ആട്ടിറച്ചിയും ബിരിയാണിയും ബീഫും മറ്റതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു പച്ചയും കൂടി വേണം. ഇതൊക്കെ കഴിക്കുന്ന ഹൈറായ കാര്യങ്ങൾ സംസാരിക്കുന്ന സുന്നത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് ഇസ്ലാമിലില്ല. നല്ല കാര്യങ്ങൾ പറയുന്നത് സുന്നത്താണ്. ഒരു ഇൽമു പറയാ, ഒരു സംശയം ചോദിച്ച് മറുപടി പറയാ, ഒരാളോട് സുഖാന്വേഷണങ്ങൾ ചോദിക്കുക, ഒരാളെ ബാപ്പാന്റെ ഇന്നലെ ബാപ്പാന്റെ ഹോസ്പിറ്റലിൽ എന്താ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചോദിക്കുക, സുന്നത്താണ്. പക്ഷെ കേടുവരാൻ പാടില്ല. പിന്നെ മൗലിദിന് നിന്റെ അയൽവാസിനെ കണ്ടില്ലല്ലോ, അയാളോട് പോയി അയാളെ കഥ പറയാക്ക നല്ല വരട്ടിയ ഇറച്ചിയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ പച്ച വരണ്ടേ, നല്ല സ്വാദ് കൂടുള്ളൂ. അയാളെ കഥ പറയാതിരിക്കാൻ നല്ലത്. ഇപ്പൊ പറഞ്ഞാൽ തീരൂല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ മറ്റയാളെ മനസ്സിലും ഒരു കറയായി, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലും ചോദിക്കണം. പിന്നെ എപ്പോഴാണ് ഇയാളെ കാണുന്നത് എന്ന് മറ്റയാളെ നോക്കി നടക്കുക. അങ്ങനെ കണ്ട ദിവസം അങ്ങാടിന്ന് കണ്ടു അസർ വാങ്ങിക്കൊടുക്കുന്ന. പിന്നെ നമ്മളെ മറ്റയാളെ വിഷയം എന്താ? അതിപ്പോ വാങ്ങിക്കൊടുത്തില്ലേ, നമ്മൾ പള്ളിക്ക് അല്ല, നിസ്കാരത്തിന് 20 മിനിറ്റ് ഉണ്ട്, എല്ലാവരും വരാൻ, നമുക്ക് പള്ളിക്ക് നടക്കുന്ന നടത്തം മുഴുവനും ഈ കഥയാണ്. തീർന്നില്ല.
അപ്പൊ ഇവർ പള്ളിയിൽ എത്താൻ നേരത്തെ പറഞ്ഞു ഇനി നിസ്കാരം കഴിഞ്ഞിട്ടാകാം. നിസ്കാരത്തിൽ മുഴുവനും എന്താ ചിന്ത? ഇനി ബാക്കി എന്താകും. നിസ്കാരം കഴിഞ്ഞ് ദിക്റല്ലുമ്പോഴും ഇമാമു ദാർക്കുമോ അമീം പറയുമ്പോഴൊക്കെ മനസ്സിലതിന്റെ ബാക്കിയാണ്. നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ ചോദിക്കുന്നു എന്നിട്ട് എന്തായി. പിന്നെ അതിന്റെ കഥകൾ മുഴുവനും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് മുഴുവനും കുറ്റമെന്ന അർത്ഥത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം വലിയ വിനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു അവയവം നാവ് തന്നെയാണ്. അതിനെ പടച്ചതും അങ്ങനെ ഒരു രൂപത്തിലാണ്. ഗുഹ്യസ്ഥാനത്തിന് പോലും ആ രൂപത്തിൽ അല്ലാഹു ഒരു മറ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. രണ്ട് കാലിന്റെ മറയല്ലാതെ മറ്റൊന്നൊരു മറയാണ് ഗുഹ്യസ്ഥാനത്തിനുള്ളത്. ഒരു പൊന്നു സൂക്ഷിക്കും പോലെയല്ലേ നാവിനെ അല്ലാഹു സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത് ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ തൽദഗന്നക ഇന്നഹാ സുഅ്ബാനു. നാവിനെ നീ നന്നായി സൂക്ഷിക്കണം, ആവശ്യമില്ലാതെ പുറത്തേക്ക് തൂക്കിയിടരുത്. അത് വലിയൊരു വിഷസർപ്പമാണ്. നാവിനെ പുറത്തിടുമ്പോൾ പറയണോ പറയണ്ടേ എന്നൊരു ചിന്ത, ഇത് കൈമാറണോ കൈമാറണ്ടേ എന്നൊരു ചിന്ത. സഹോദരങ്ങളെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാവിനെ ദിക്ർ കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. ഖുർആനോത്ത് കൊണ്ട് മദ്ഹ് കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, ചെറിയ ഒരു സംശയത്തിൽ ഒരു മസലയിൽ വ്യത്യാസം പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു എത്ര വലിയ മാറ്റമാണ് കൊടുത്തത്. ചെറിയ ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാമുൻ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മസലക്ക് എതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. ജമാലുദ്ദീൻ റൈമി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതാണ്. ആ പറഞ്ഞത് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞ മസലക്കെതിരാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്ന ദൃഷ്ടാന്തം നമ്മളെല്ലാവരും പഠിക്കേണ്ടതല്ലേ. ആ വലിയ പണ്ഡിതൻ വഫാത്തായ അന്ന് എല്ലാവരും ജനാസ എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ ഒരു പൂച്ചയെ പോലെ ഒരു കറുത്ത ജീവി ഓടി വന്ന് മുഖത്തുനിന്ന് തുണി മാറ്റിയിട്ട് വാപ്പിളർത്തിയിട്ട് നാവങ്ങ് പറിച്ചൊരൊറ്റ ഓട്ടം ഓടിപ്പോയി. കണ്ടു നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഇതാ ഒരു മസലയിൽ എതിരഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ്. നിസ്കാരവും നോമ്പും എല്ലാ അമലുകളും ബാത്തിലാകാൻ ഒരു നാവ് മതി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. നിസ്കാരവും നോമ്പും സ്വതക്കയും ഹജ്ജും ഖുർആനോത്തും തഹജ്ജുദും ഒക്കെ എണ്ണിങ്ങനെ തെളിവോടുകൂടെ തങ്ങൾ ഇങ്ങനെ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ ഹദീസൊന്നും വിശദമായി പറയുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം തങ്ങൾ ചോദിക്കുന്നു, മുആദ് അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലഹാ, അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലഹാ, ഈ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, ഈ മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി സൂക്ഷിക്കേണ്ട ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അതേതാണെന്ന് അറിയുമോ മുആദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. തങ്ങൾ നാവിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നാവിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നിസ്കാരവും ഈ നോമ്പും ഈ സകാത്തും ഈ സ്വതക്കയും ഈ ആണ്ട് നേർച്ചയും ഈ പരിപാടിയും മൗലിദും റബീഉൽ അവ്വലിലെ പരിപാടിയും റബീഉൽ ആഖിറിലെ പരിപാടിയും എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശരിയാം വണ്ണം നിങ്ങൾക്ക് ആഖിറത്തിൽ ലഭിക്കണോ, നന്നായി ഖബറിൽ അതിന്റെ മാധുര്യം ആസ്വദിക്കണോ, കുഫ അലൈക ഹാദാ, നാവിനെ നിയന്ത്രിക്കണേ മുആദ്. നാവിനെ നന്നായി
നിയന്ത്രിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട അവയവം നാവായത് കൊണ്ടല്ലേ നാവിന് ആദ്യം അല്ലാഹു 2 അടപ്പ് കൊടുത്തു. മേലെ ഒരെണ്ണാക്കും താഴെ ഒരു ഭാഗവും. പിന്നെ അതിന്റെ ചുറ്റും 10-28, ചിലർക്ക് 32 കാവൽ കൂടുതലാണ്. കാവൽ ഭടന്മാരെ നിർത്തിക്കൊടുത്തു താഴെയും മേൽഭാഗത്തുമായിട്ട്. പോരാ, അതിന് പുറമേ 2 വാതിലുകളും കൊടുത്തു, മേലെ ചുണ്ടും താഴെ ചുണ്ടും. എത്ര ഭദ്രമായിട്ടാണ് ഇത് പൂട്ടി വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം തുറന്നാൽ മതി. പൊന്ന് സൂക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ? നല്ല ഒരു സ്മൂത്തായ കടലാസിലൊന്ന് പൊതിയും, എന്നിട്ട് ഒരു ചെറിയ പെട്ടിയിൽ അത് വെക്കും. ആ പെട്ടി ഒരു ബാഗിന്റെ ഉള്ളിൽ വെക്കും. ആ ബാഗ് കൊണ്ടുപോയിട്ട് വലിയൊരു ഷെൽഫിന്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഭദ്രമായി ഒന്ന് പൂട്ടും. എത്ര അറകൾക്കുള്ളിലാണ് ഇപ്പോൾ ആ പൊന്നുള്ളത്. ആ പൊന്നിന് അത്രമാത്രം വിലയുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലയോടെ നിലവാരത്തോടെ സൂക്ഷിക്കേണ്ടത് അവയവം നാവാകുന്നു. നാവ് കൊണ്ട് സഹോദരിമാരെ ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ എത്രമാത്രമാണ് വലിയ മാനക്കേടുണ്ടായത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന കാലം ഒരു പുരയിൽ ഒരു സഹോദരി മരണപ്പെട്ടു പോയി. ആ സഹോദരിയെ കുളിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. കുളിപ്പിക്കൽ കർമ്മം അറിയുന്ന ആളുകളാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അതൊക്കെ കൂടി പറയാൻ ഇപ്പൊ സമയമില്ല. ചിലര് പറയും എന്റെ അമ്മാന്റെ എനിക്കാണ് അവകാശമൊക്കെ തന്നെ, പക്ഷെ അറിവ് വേണം. എന്റെ വാപ്പാന്റെ മയ്യിത്ത് ഞാൻ നിസ്കരിക്കേണ്ടത്. നിസ്കരിച്ചോൾ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം അറിയണം. അയാൾക്ക് അല്ലാഹു മഗ്ഫിർ മാത്രമേ അറിയൂ. ഇവിടെ വേറൊരു ഉസ്താദ് ഉണ്ട്, എന്നും ഖുർആൻ ഓതുന്ന മാസാന്തര ഖത്തമുഖ ഉസ്താദിന് ഫുള്ള് ദ്വാറിന് ആൾക്കല്ലേ ആ മയ്യത്തിന് നിസ്കരിക്കാൻ കൂടുതൽ ബന്ധം. മറ്റേ ആൾ ഇങ്ങനെ അല്ലാഹു മഗ്ഫിർ എത്ര ചൊല്ലിക്കൊണ്ടിരിക്കണ്ടേ വാച്ചിലേക്ക് നോക്കിയിട്ടോ. ഇപ്പൊ എല്ലാവരും ഈ ദ്വാ തീരാൻ മാത്രം ടൈമായി അല്ലാഹു മഗ്ഫിർ ഇങ്ങനെ ചൊല്ലേ, അത്രേ അറിയുള്ളൂ. അപ്പൊ അറിയുന്ന ആൾക്കാരെ മുന്നോട്ട് നിർത്തിയാൽ ബാപ്പക്ക് വലിയ ഗുണല്ലേ. അവിടെ ചിലരൊന്നിട്ട് നിന്റെ ബാപ്പന്റെ നിനക്കാണ് അവകാശമൊക്കെ ശരി തന്നെ, പക്ഷെ അറിവും തഖ്വയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മച്ചായി നല്ലതായി. അല്ലെങ്കിൽ അത്തരം ബഹുമാനമുള്ള ആളുകളിലേക്ക് വിട്ടുകൊടുത്താൽ ഗുണം നമ്മളെ വാപ്പക്കാണ്, നമ്മുടെ ഉമ്മക്കാണ്, നമ്മുടെ ഭാര്യക്കാണ്, നമ്മുടെ സഹോദരനാണ്. അവകാശത്തോടു കൂടെ അറിവും ഉണ്ടെങ്കിൽ സുഖാണ്. കുളിപ്പിക്കാൻ നല്ല അറിവ് വേണം. ഫർള് കിഫായയാണ്, തെറ്റിപ്പോകാൻ പാടില്ല. എന്റെ എല്ലാ വശങ്ങളും ശരിയാകണം. നജസ് നീക്കേണ്ടതുപോലെ നീക്കണം. മയ്യത്ത് കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞിട്ടും നജസ് നീങ്ങിയില്ലെങ്കിൽ വലിയ അബദ്ധല്ലേ. നജസ് നീങ്ങിപ്പോകണം. പൂർണ്ണാർത്ഥത്തിൽ ശുദ്ധി വരുത്താനുള്ള എല്ലാ മുറകളും എവിടെ നിന്ന് തുടങ്ങണം, ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെ ഉളു എടുപ്പിക്കണം, എങ്ങനെ ദ്വാരങ്ങളൊക്കെ വൃത്തിയാക്കണം, എങ്ങനെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കണം, എല്ലാ അറിവുമാണ്. വെള്ളം ഒഴിച്ചു വിട്ടോ പോരാ, തീർത്തും നല്ല അറിവാണ്. അപ്പൊ കുളിപ്പിക്കാൻ അറിയുന്ന ഒരു പെണ്ണിന്റെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗം ഇങ്ങനെ കഴുകുമ്പോ ഈ പെണ്ണിന്റെ കൈ അവിടെ ഒട്ടിപ്പിടിച്ചു പോയി. ആ പെണ്ണ് ഒരു ശീലക്കഷ്ണം പൊതിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് കേൾക്കേണ്ടത്. മറയോടുകൂടെ കേൾക്കണം, ഓപ്പണായിട്ട് കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ കയ്യങ്ങ് ഒട്ടിപ്പിടിച്ചു പോയി. ജനാസ എടുക്കണ്ടേ? നാട്ടുകാരൊക്കെ കുളിപ്പിക്കൽ കഴിഞ്ഞില്ല. ആൾക്കാരൊക്കെ ചോദിക്കണം കഴിഞ്ഞില്ലേ. അങ്ങനെ ഒരാൾ വന്ന് നോക്കുമ്പോ എന്താ കഴിയാത്തത്? പെണ്ണ് പറഞ്ഞു ഇവിടുന്ന് കൈ പോരുന്നില്ല, കൈ ഇവിടെ ഒട്ടിപ്പിടിച്ചു പോയി. സ്വകാര്യ ഭാഗത്ത് കുളിപ്പിക്കുന്ന ഈ പെണ്ണിന്റെ കൈ ആ ജനാസയുടെ സ്വകാര്യ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചു പോയി. ആകെ ബേജാറായി. ഒന്നുകിൽ ഈ കൈ വെട്ടണം, അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ ഭാഗം മുറിച്ചെടുക്കണം. രണ്ടായാലും അപകടം തന്നെയല്ലേ. എന്ത് ചെയ്യും? പലരോടും ചോദിച്ചു. അപ്പൊ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വേഗം കുറച്ച് ആൾക്കാരെ മദീനയിലേക്ക് പറഞ്ഞേക്കാം. അവിടെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. കൂടുതൽ കാലം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിപ്പടിച്ചത് മദീനത്തെ ദർസിലാണ്. അവിടെയാണ് അവസാനം ഏറ്റവും കൂടുതൽ കാലം ഓതിയത്. അന്നത്തെ കാലത്തൊരു സ്വഭാവമുണ്ട്, ഒരു ബഹുമാനത്തിന്റെ സ്വഭാവം. ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടാകുമ്പോൾ മറ്റു പണ്ഡിതന്മാരൊന്നും ഫത്വ കൊടുക്കാൻ മുന്നോട്ട് വരില്ല. ബഹുമാനം കൊണ്ട് അവർ കൊടുക്കട്ടെ എന്ന് പറയും. എല്ലാവരും അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പൊ ജനങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ ഭാഗം കഴുകുന്ന സമയത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. ഈ സ്വകാര്യ ഭാഗം കഴുകുമ്പോൾ ആ പെണ്ണ് വല്ലതും സംസാരിച്ചിരുന്നോ നിങ്ങൾ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു,
നിങ്ങൾ നോക്കുക, ഒറ്റ വാക്കിന്റെ പേര് അതാ നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മൾ കാത്തു സൂക്ഷിക്കട്ടെ. അറിയാത്തൊരു വിഷയം ഒരാൾ പറയുകയാണെങ്കിൽ മിണ്ടരുത് എന്ന് പറയണം. മിണ്ടരുത് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂലേ? തടി സലാമത്താക്കി പോണം അവിടുന്ന് സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞു പോകണം. നമ്മൾ അവിടെ ഇരുന്നിട്ട് നല്ല രസത്തോടെ കേൾക്കാൻ നല്ല ഹിറ്റ് വിഷയല്ലേ പറഞ്ഞ് ഒന്ന് ഇരുന്ന് ചിരിച്ചു കൊടുത്താൽ ആ പറഞ്ഞ ആള് എത്ര പറഞ്ഞിട്ടുണ്ടോ ഡിഗ്രി കുറയാതെ നമുക്കും കിട്ടും. ഒരു സംശയം നമുക്കും കിട്ടും. അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്ം സദഖ ശഫീഉനാ റസൂലുള്ളാഹി. പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ തുല്യ പങ്കുകാരാണ്. ഒരാൾക്ക് ഏറെയൊന്നും ഒരാൾക്ക് കുറവൊന്നുമില്ല. ഞാൻ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ ചിരിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന വ്യത്യാസമൊന്നുമില്ല. എന്നോട് ആര് കേൾക്കാൻ പറഞ്ഞു? ആര് ചിരിക്കാൻ പറഞ്ഞു? പോയിക്കൂടെ എന്നില്ലേ? സലാം പറഞ്ഞു പിന്നീട് എന്നില്ലേ സദസ്സിൽ നിന്ന്? സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് പറഞ്ഞു ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു പോയി. ഇതുകൊണ്ടെല്ലാം എന്തെല്ലാം ഈ പെണ്ണ് ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. നഊദുബില്ലാഹ്, ഈ പെണ്ണത് കണ്ടിട്ടുണ്ടോ പറയാൻ? അനുമാനിച്ചങ്ങനെ പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരു മുസ്ലിമായ ആളിനെ പറ്റി, മുസ്ലിമത്തായ പെണ്ണിനെ പറ്റി കണ്ട് തന്നെ പറയാൻ പറ്റുമോ? പിന്നല്ലേ കാണാത്തത്? കണ്ട് തന്നെ പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? പിന്നല്ലേ കാണാത്തത്? ഈ പെണ്ണ് അനുമാനിച്ചൊരു വാക്ക് പറഞ്ഞതാണ്. ഇതുകൊണ്ട് എന്തെല്ലാം വൃത്തികേട് ഈ പെണ്ണ് ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനിയൊന്നും നോക്കി നിൽക്കണ്ട. ഫജ്രിദൂഹാ 80 ജൽദാ. ആ പെണ്ണിനെ 80 അടി അടിക്കൂ. മയ്യത്ത് കുളിപ്പിച്ച പെണ്ണിനെ 80 അടി അടിക്കാൻ. 80 അടി അടിച്ചപ്പോ 80ാമത്തെ അടിക്ക് കയ്യിങ്ങ് പിരിഞ്ഞു പോന്നു. നിങ്ങൾ നോക്കി എത്രമാത്രം ഗൗരവതരമുള്ള ശിക്ഷയാണ്. ആ പെണ്ണ് പറഞ്ഞതിൽ ഖാലിസായ തൗബ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്തെങ്കിലല്ലേ സഹോദരങ്ങളെ ആഖിറം രക്ഷപ്പെടൂ. ഒരൊറ്റ വാക്കല്ലേ ആ പെണ്ണ് പറഞ്ഞത്. നമ്മൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം. ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹാന്മാർ അവർക്കുള്ള ഒന്നാമത്തെ സ്വഭാവ ഗുണം എണ്ണിയപ്പോൾ ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കലാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും കുറ്റം പറയുന്ന ചെറുപ്പക്കാരുണ്ട്, ചിലര് ചെറുപ്പക്കാരികളുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ബാപ്പ എത്ര മോശക്കാരനാണെങ്കിലും ബാപ്പാന്റെ കുറ്റം നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ കേൾക്കുന്ന ആള് ബാപ്പാനെ ഉപദേശിച്ച് നന്നാക്കാനുള്ള നീയത്തോണ്ടുവാണെങ്കിൽ മാത്രം പറ്റും, അല്ലെങ്കിൽ പറ്റൂല. ഇതൊക്കെ ബാപ്പാന്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ബാപ്പൊന്ന് താന്നു പോകട്ടെ എന്നാണോ ചിന്ത? ബാപ്പാക്കൊന്ന് അപമാനം വരട്ടെ എന്നാണോ ചിന്ത? അത് കൂടുതൽ ആഖിബത്ത് കേടുവരുത്തുന്ന വിഷയമാണ്. ബാപ്പയും ഉമ്മയും എത്ര ബഹുമാനമുള്ളവരാണ്. അവരെ പറ്റി കുറ്റം പറയാനോ അവരെ പറ്റി ചീത്ത വിളിക്കാനോ കേട്ടിട്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തിരുന്ന വിശ്വാസത്തിന്റെ കുറവുള്ള മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. മദീനയിലെ മുനാഫിഖുകളുടെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവാണ്. മുത്തുനബി തങ്ങളെ കുറ്റം പറയുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു, നബി എന്റെ ബാപ്പാനെ സഹിച്ചൂടാ, എന്റെ സ്വത്തൊന്നും ബാപ്പ എടുത്തു വെച്ചിട്ടല്ല. തങ്ങളങ്ങനെ കുറ്റം പറയുന്നു, ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു, കേൾക്കാൻ പറ്റുന്നില്ല റസൂലേ. അതുകൊണ്ട് ഞാനൊന്ന് കൊല്ലട്ടെയോ? ബാപ്പാനെ കൊല്ലാൻ സമ്മതം ചോദിച്ചു. എന്തിനാണ് കൊല്ലാൻ സമ്മതം ചോദിക്കുന്നത്? എന്റെ വാപ്പ കുറ്റം പറയാൻ എനിക്ക് പ്രശ്നമല്ല. നമുക്കൊക്കെ അതല്ലേ പ്രശ്നമുള്ളൂ. വാപ്പായാലും ഇങ്ങനെ വേണ്ടിയത് നേരിപ്പെട്ട അടിച്ച് മൂലക്കടണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞാലും മക്കളും അടിക്കൂട്ടോ. മക്കള് നല്ല അടി നമ്മൾ അടിക്കും. മുമ്പ് കാലത്ത് ഒരു ബാപ്പാനെ ശല്യം കൊണ്ട് മക്കളൊക്കെ നന്നായി അടിച്ചപ്പോ അടിച്ച് വീട്ടിൽ നിന്ന് കണ്ട് പുറത്തിറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ചു കൊണ്ടുപോകുമ്പോ ബാപ്പ പറഞ്ഞു, മക്കളെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ മക്കളെല്ലാരും കൂടി പിടുത്തം വിട്ടു.
പിടുത്തം വിട്ടിട്ട് പറഞ്ഞു, നിക്ക് വലിക്കല് ബാപ്പാക്ക് എന്തോ പറയാണ്ട് കേൾക്കട്ടെ. അത് കേൾക്കട്ടെ ബാപ്പാക്ക് പറയാള് പറഞ്ഞു. ചിലപ്പം ബാപ്പ തൗബ ചെയ്യുകയാണെങ്കിലോ മാറുകയാണെങ്കിലോ ബാപ്പ പറഞ്ഞെന്താന്നറിയാം, നിങ്ങൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വലിക്കുന്നത് അക്രമമാണ്. കാരണം ഞാൻ എൻ്റെ ബാപ്പാനെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിക്കുമ്പോ അതൊരു ദുൽമായി മാറുമല്ലോ. കിട്ടേണ്ടതിനല്ലേ കിട്ടേണ്ടത്. എന്റെ ബാപ്പാനെ ഞാൻ ഇതുവരെ വലിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി ചിലർ ചിന്തിക്കും, അപ്പൊ നമ്മളെ ബാപ്പാനെ നല്ലോണം അടിക്കണം. കാരണം ബാപ്പാനെ അടിച്ചിട്ടായിരിക്കും ബാപ്പാന്റെ സ്വഭാവം അങ്ങനെ മാറിയിട്ടുണ്ടാകുക. അല്ല, നമ്മളെ ബാപ്പാനെ നമ്മളങ്ങനെ അടിക്കണം എന്നല്ല, അവരെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വഭാവങ്ങൾ മോശമായാൽ അവരെ ചീത്ത പറയരുത്, അവരെ നന്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അവരെ കുറ്റം ഒരാളോടും പറയുകയാണെങ്കിൽ ഒരു ചാൻസേ ഉള്ളൂ. ഞാൻ എൻ്റെ ബാപ്പാന്റെ കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ പറയില്ല, എന്റെ ബാപ്പ വഫാത്തായി പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പറയുകയാണെങ്കിൽ ഉള്ളൊരു കുറ്റവും പറയാൻ പാടില്ല. പറയുകയാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ബാപ്പ ഉപദേശം സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ഈ മൂപ്പരോട് പറയുന്ന ഒരു മസ്ലഹത്ത് നൽകാണ്. മൂപ്പര് ബാപ്പാനോട് പറഞ്ഞിട്ട് അതൊന്ന് നന്നാക്കാൻ വേണ്ടി അവരൊറ്റ നീയത്തിലേ പറ്റൂ. ഇയാള് ബാപ്പാനോട് ചോദിക്കുമ്പോ ബാപ്പ അയാളെ മുന്നിൽ മാനം കെടണം, കുറച്ച് ചെറുതാകണം, ബാപ്പാന്റെ ഹുങ്ക് കുറച്ച് കുറയണം, ഗർവൊന്ന് മാറണം. ഇതൊക്കെയാണോ ലക്ഷ്യം? അത് ചീത്തയാണ്, അത് മോശം. അതുകൊണ്ട് ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. ബാപ്പാരിമാരെ നന്നായി ബഹുമാനിക്കണം, നന്നായി സ്നേഹിക്കണം. അവരെ കുറ്റം പറയാൻ പാടില്ല, അവരെ ചീത്ത വിളിക്കാൻ പാടില്ല. അവരിങ്ങോട്ട് നന്നായി ചീത്ത വിളിച്ചാലോ തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. ബാപ്പങ്ങോട്ട് ചീത്ത വിളിച്ചു, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ ഉസ്താദേ, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ആയത്തൊക്കെ കിട്ടാത്തില്ലേ? ഒരു തിന്മക്ക് തിന്മയാണ് ഫലം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബാപ്പ വിളിക്കുമ്പോ തിരിച്ചും വിളിക്കണ്ടേ? മിണ്ടരുത്. നീ നന്നാകാനും ഗുണദോഷിക്കാനും ഉപദേശിക്കാനും കഴിവുള്ള ആളാണ് ബാപ്പ. ബാപ്പ നിന്നോടൊന്ന് ചൂടായിട്ട് രണ്ട് വാക്ക് ഏറെ പറഞ്ഞാലും തിരിച്ച് നീ പറയാൻ പറ്റൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, നബിയേ ബാപ്പ ആക്രമിച്ചാലോ? ബാപ്പയും ഉമ്മയും ആക്രമിച്ചാൽ അവർക്ക് ഗുണം ചെയ്യണോ? 3 വട്ടം തങ്ങൾ പറഞ്ഞു, വഇൻ വലമാഹു വഇൻ വലമാഹു വഇൻ വലമാഹു. ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് ബാപ്പയും ഉമ്മയും ദുൽമു ചെയ്താലും കടപ്പാട് കുറക്കാൻ പാടില്ല, അവരോട് തിരിച്ചക്രമം ചെയ്യാൻ പാടില്ല. നല്ലോണം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, തങ്ങളെ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല നബിയെ, എന്റെ ബാപ്പാനെ കൊല്ലട്ടെ. അബ്ദുല്ലാ ലാ തഖ്തുൽഹു ഫഇന്നഹു അബൂക്. കൊല്ലാൻ പറ്റൂല, ബാപ്പയാണത്, ഞാൻ പറ്റൂല. രണ്ടാമത് പിന്നെയും വന്ന് ചോദിച്ചു, സഹിക്കാൻ പറ്റില്ല നബിയെ. ഇന്നലെ പിന്നെയും പറഞ്ഞു, കൊല്ലട്ടെ ഞാൻ. കൊല്ലരുത്, ബാപ്പയാണത്. മൂന്നാമത് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കൊല്ലരുത്, ബാപ്പയാണത്. പിന്നെ അവസാനം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ബാപ്പാന്റെ അസുഖം മാറണല്ലോ, അതുകൊണ്ട് തങ്ങൾ ഉളു എടുത്ത് ആ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് മുഖത്തിൽ നിന്ന് ഒഴുകി വീഴുന്ന ഏറ്റവും വലിയ ബഹുമാനമുള്ള തുള്ളികൾ അത് കുറച്ച് എനിക്കൊന്ന് പാത്രത്തിലാക്കി തരണം. ബാപ്പാക്കൊന്ന് കുടിപ്പിക്കാനാണ്, ബാപ്പാന്റെ രോഗം ഒന്ന് മാറാൻ. എന്താ രോഗം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുക. അത് വലിയ രോഗമാണ്, രോഗങ്ങളിൽപ്പെട്ട വലിയ രോഗമാണത്, ചെറിയ രോഗമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ചികിത്സിക്കേണ്ട രോഗമാണ്. അല്ലെങ്കിൽ ആള് പോയാ പിന്നെ തീർന്നു പോയില്ലേ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്തു, വുളു എടുത്ത് അംഗസ്നാനം ചെയ്ത് ശുദ്ധീകരിച്ച് ബാക്കി വെള്ളം കൊടുത്തു. ആ സ്വഹാബി അത് കൊണ്ടുപോയി ബാപ്പ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുടിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, കുടിച്ച് വെള്ളം ഉള്ളിലെത്തിയപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ തന്ന വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വുളു കൊടുത്ത വെള്ളത്തിന്റെ ബാക്കിയാണ്.
അങ്ങനെ പറഞ്ഞപ്പോ ബാപ്പാന്റെ രോഗം മാറി എന്നാ മകൻ കരുതിയത്. ബാപ്പ പ്രതികരിച്ചത് എങ്ങനെയെന്നറിയോ? അല്ലാ സഖൈതനീ ബൗല ഉമ്മിക, നിന്റെ ഉമ്മാന്റെ മൂത്രം കൊടുന്ന് കുടിപ്പിച്ചുകൂടായിരുന്നില്ല നിനക്ക്? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അങ്ങനെയാ മറുപടി. ഇപ്പൊ രോഗം മാറിയോ? രോഗം എവിടെ മാറുന്നു? രോഗം മാറിയിട്ടില്ല. നിഫാഖ് അത് നല്ലോണം ചികിത്സിക്കേണ്ട രോഗമാണ്. മാറി കിട്ടിയാൽ ആൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വലഹും അദാബുൻ അദീം. കൽബിൽ രോഗം ബാധിച്ച ആളുകൾക്ക് വലിയ ശിക്ഷ ഉണ്ട് എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ബാപ്പാന്റെ കുറ്റം പറയാൻ പാടില്ല, ഉമ്മാന്റെ കുറ്റം പറയാൻ പാടില്ല. അവരൊക്കെ നല്ലോണം സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരിങ്ങോട്ട് ദുൽമ ചെയ്താലും തിരിച്ചു ദുൽമ ചെയ്യാൻ പറ്റൂല. നോക്ക് എന്തൊരു ബഹുമാനാണ് അല്ലേ? ഉസ്താദുമാരെ കയ്യും അതുപോലെ തന്നെ തങ്ങന്മാരെ കൈയൊക്കെ നമ്മൾ പിടിക്കും, മുസാഫഹത്ത് ചുംബിക്കും. ബാപ്പാന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യലുണ്ടോ? സുന്നത്തല്ലേ? എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മുമ്പ് കൈ പിടിച്ച് മുസാഫഹത്ത് ചുംബിക്കൽ സുന്നത്തല്ലേ? ഇത്ര വലിയ ബഹുമാനുണ്ട് ബാപ്പക്ക് ഉമ്മക്ക്. പക്ഷെ നമ്മളെ കണ്ണിൽ പോരാ അല്ലേ? നമ്മളെ കൽബിൽ പോരാ. സഹോദരങ്ങളെ, അവരെ ദുആ കൊണ്ട്, അവരുടെ ആവശ്യങ്ങളെ കൊണ്ട്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു ഈ ഭൂമിയിൽ നേട്ടങ്ങൾ നൽകിയതുപോലെ നേട്ടങ്ങൾ നൽകിയ മറ്റു നേട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം വലിയ നേട്ടങ്ങളാണ് ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്ത് ചെയ്തതിനാൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച വലിയ പാഠങ്ങളിൽ ഒന്നാണത്. സ്വന്തം ഭാര്യയെ മഹത്വപ്പെടുത്തിയിട്ട് ബാപ്പാനെ കണ്ണീര് കുടിപ്പിച്ചാൽ, ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ചാൽ അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോകേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി ചിന്തിക്കണം, നന്നായി മനസ്സിലാക്കണം. ചിലര് പറയും നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാലും എന്റെ വാപ്പി എന്റെ ഉമ്മി അങ്ങനല്ല. അതങ്ങനെ തോന്നിയിട്ടാ. ബാപ്പാനെയും ഉമ്മാനെയും അവരെ കുറ്റം കുറവും പറയാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെ നല്ലോണം ബഹുമാനിക്കണം. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസം പ്രഖ്യാപിക്കാത്ത ആളാണെങ്കിലും അബൂ ത്വാലിബ് മരണപ്പെട്ടു എന്നുള്ള വിവരം വന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി തജ്ഹീസിൽ പങ്കെടുക്കണം. മരണാനന്തര പ്രവർത്തനങ്ങൾ. അലി റളിയല്ലാഹുവിന്റെ വാപ്പല്ലേ അബൂ ത്വാലിബ്. നിങ്ങൾ മാറിക്കണം എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകിയ, സാന്ത്വനം നൽകിയ, വലിയ ധൈര്യം നൽകിയ ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ട് ആഖിറത്തിൽ അബൂ ത്വാലിബിന് വലിയ രക്ഷയുണ്ട്, നരകത്തിൽ കടക്കുമെങ്കിലും. പക്ഷെ ആ അബൂ ത്വാലിബ് വഫാത്തായി പിരിഞ്ഞുപോയി എന്നുള്ള വിവരം വന്ന് പറഞ്ഞപ്പോ തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പോകണ്ടെന്നല്ല പറഞ്ഞത്. എന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ആളല്ല, നിങ്ങൾ ഇവിടെ നിന്നുള്ളതല്ല, നിങ്ങൾ പോയി പങ്കെടുക്കണം, വേണ്ട സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. അത്രയും വലിയ സ്ഥാനമാണ് ബാപ്പക്കുള്ളത്. ഉമ്മക്കും അതിനേക്കാളും വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം ബഹുമാനമൊക്കെ കാണണം. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്, അവരെ കുറ്റം പറയാൻ പാടില്ല. അവരെ കുറ്റം പറഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. രണ്ടാമത് ആ മേഖലയിലുള്ളത് കണ്ണിനെ സൂക്ഷിക്കുക. അല്ലാഹു വലിയൊരു ഇസ്തിഖാമത്തല്ലേ. നോക്ക് നിങ്ങൾ, വലിയൊരു കഴിവല്ലേ മഹാന്മാർ. കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കഴിവല്ലേ സഹോദരങ്ങളെ. കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. കാരണം കണ്ണുകൊണ്ടുള്ള കാഴ്ച പലതും നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടാണ് യഥാർത്ഥ ഖുശൂ നമുക്ക് വന്നു ചേരാത്തത്. പല ചിത്രങ്ങളും ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മാറാതെ മറയാതെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് പ്രദർശിപ്പിച്ചാൽ ഒന്നും നല്ല ചിത്രങ്ങളല്ല. അതൊക്കെ അവിടെ അള്ളിപ്പിടിച്ച് കൂടിക്കിടക്കുമ്പോ
പിന്നെങ്ങനെ നല്ല ചിന്ത വരാനാണ്? നല്ല ചിന്ത വരണോ, നോട്ടം നന്നാകണം. അതുകൊണ്ടല്ലേ ഖുർആൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും രണ്ടുപേരോടും ഒരുപോലത്തെ ഉപദേശം പറഞ്ഞത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വിശ്വാസിനികളായ ആണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം. യഗുല്ലൂ മിൻ അബ്സാരിഹിം, കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ മുന്നിൽ വരുമ്പോ കണ്ണങ്ങ് ചിമ്മിയേക്കണം. നോക്കിപ്പോയാൽ പിന്നെയും നോക്കിപ്പോകരുത്. സംഗതി വശാൽ അങ്ങനെ കണ്ടുപോയി ഉടനെ തന്നെ ചിമ്മിയേക്കണം. അങ്ങനെ ചിമ്മുന്നതിനോട് അനുബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വയഹ്ഫളൂ ഫുറൂജഹും, കണ്ണങ്ങനെ ചിമ്മിയിട്ട് അവരുടെ സ്വകാര്യതകൾ സൂക്ഷിക്കാൻ പറയണം. ദാലിക അസ്കാ ലഹും, അവർക്കുള്ള ഏറ്റവും വലിയ പരിശുദ്ധിയാണത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്ന സകല കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. തൊട്ടുടനെ അല്ലാഹു പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനാതി, വിശ്വാസിനികളോടും പറയണം, പെണ്ണുങ്ങളോടും പറയണം. യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവരെ കണ്ണും അവർ ചിമ്മണം. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ സ്വകാര്യതകളും അവർ സൂക്ഷിക്കണം. രണ്ടും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തത്തുല്യമായ നിയമമാണ്. അതിന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആള് ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇപ്പുറത്തുള്ള ആൾക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. രണ്ടുപേർക്കും ഒരേപോലത്തെ നിയമമാണ്. കാഴ്ചക്ക് വലിയ സ്വാധീനം ഖൽബിനുണ്ട്. അതുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മേഖലയിലേക്കും പോകാതിരിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലാഹു നൽകിയ വലിയൊരു പരിശുദ്ധി നോക്ക് നിങ്ങൾ. അന്നത്തെ കാലത്തെ ജനങ്ങൾ കഅബയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്തിരുന്നത് നഗ്നരായിട്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ സാഹചര്യത്തിൽ പോലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെളിവായിട്ടില്ല. എന്തെല്ലാം ആഘോഷങ്ങൾ അവർ നടത്താറുണ്ട്, ദുഷിച്ച ആഘോഷങ്ങൾ ഒന്നും തങ്ങൾ പോയി കണ്ടിട്ടില്ല. അബൂ ത്വാലിബ് നിർബന്ധം പിടിച്ചു കൊണ്ടുപോയ ആഘോഷങ്ങൾക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ശുഭ്രവസ്ത്രധാരികളായ 3 ആളുകൾ മുന്നിൽ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10-12 വയസ്സാണ്. നിങ്ങൾ മടങ്ങിപ്പോകണം, നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം, മുന്നോട്ട് പോകല്ല. ആ രംഗങ്ങളൊന്നും കാണാത്ത നിലക്കുള്ള ഒരു പരിശുദ്ധി, വലിയൊരു പരിശുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നിങ്ങൾ നോക്ക്, കാണാൻ പറ്റാത്ത കാഴ്ചകൾ സാർവത്രികമായി പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖൽബിന് വല്ലാത്തൊരു മരവിപ്പാണ്. ഓതിയാലും നേർക്ക് നേരെ ഓത്തിനൊരു രസം കിട്ടുന്നില്ല. ദിക്ർ ചൊല്ലിയാലും ഒരു മധുരം കിട്ടുന്നില്ല. സ്വലാത്ത് ചൊല്ലിയാലും ഒരു ആനന്ദം കിട്ടുന്നില്ല. ധാരാളം മഹാന്മാര് വലിയ ഉയർച്ചയിലേക്ക് എത്തിയ മത് പറഞ്ഞാലും കേട്ടാലും ആനന്ദം കിട്ടുന്നില്ല. കാഴ്ച വലിയൊരു പ്രശ്നമാണ്. അന്നളുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽപ്പെട്ടൊരു അസ്ത്രമാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നന്നായി സൂക്ഷിക്കണം. ഒരു പെണ്ണിങ്ങനെ പോകുമ്പോ ആ പെണ്ണിനെ നോക്കി ആസ്വദിക്കുന്നത് നമ്മുടെ ഭാര്യയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്, സുന്നത്താണ്, ആ ആസ്വാദനത്തിന് കൂലി കിട്ടും. അതേ സമയത്ത് പറ്റാത്ത ഒരു പെണ്ണാണോ, നമുക്ക് നോക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്തതാണോ, ആ ചിത്രങ്ങൾ മുഴുവനും പതിയുന്നത് നേരെ നമ്മുടെ ഖൽബിലേക്കാണ്. അതിന്റെ ദുരന്തങ്ങളൊന്ന് തീർന്നു കിട്ടാൻ കാലം എത്രത്തോളം നമ്മൾ പണിയെടുക്കണം സഹോദരങ്ങളെ. ഒരൊറ്റ കാഴ്ചയുടെ പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം തൗബ ചെയ്തവരല്ലേ മഹാന്മാരായ സ്വഹാബിമാർ. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളല്ലേ സ്വഹാബിമാര്. അവരെ കഴിച്ചല്ലേ ബാക്കിയുള്ള ഔലിയാക്കളൊക്കെ ഉള്ളൂ. ആ മഹാന്മാരായ സ്വഹാബിമാര് ഒരൊറ്റ രംഗം കണ്ടതിന്റെ പേരിൽ എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ട്, പശ്ചാത്തപിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നോട്ടം അതിൽപ്പെട്ട ഒന്നാണ്. നോട്ടത്തെ സൂക്ഷിക്കൽ ഇസ്തിഖാമത്തിന്റെ ഭാഗമാണ്. ധാരണകൾ, തെറ്റിദ്ധാരണകൾ വെടിയണം. ഇസ്തിഖാമത്തിന്റെ വേറൊരു മാർഗമാണ്. ആരെക്കുറിച്ചും നല്ല ധാരണകൾ മനസ്സിൽ വെച്ച് പൊരുത്തു പുലർത്തണം. അതിനെന്താ വേണ്ടത് എന്നറിയോ? ഒരു മനുഷ്യന്റെ നന്മകൾ മാത്രം മനസ്സിൽ നോട്ട് ചെയ്യണം. തിന്മകൾ നോട്ട് ചെയ്യേണ്ടത് അവനവന്റേതാണ്. കാരണം അവനവര് തന്നെ താങ്ങാൻ പറ്റാത്ത കറകളില്ലേ, അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പിന്നെ മറ്റു കറകളൊക്കെ താങ്ങി നടക്കുമ്പോ ഭാരം കൂടുകയല്ലേ നമ്മുടെ കൽബിന്. നമ്മുടേതും ഉണ്ട്, മറ്റുള്ളവരുടേതും ഉണ്ട്. അപ്പൊ എത്ര കനമാണ്, എത്ര കട്ടിയാണ്, എത്ര കറുപ്പാണ് കൂടി വരുന്നത്. പരിഹസിക്കാതിരിക്കുക. അൽജിത്തിനാബു അനി സുഖ്രിയ. പരിഹാസം പാടില്ല, ഒരാളെയും പരിഹസിക്കാൻ പാടില്ല. വ്യത്യസ്ത ആളുകൾ രൂപത്തിലാണ് അല്ലാഹു ജനങ്ങളെ പഠിച്ചിരിക്കുന്നത്. പരിഹസിക്കാൻ പാടില്ല. ഒരാളിങ്ങനെ നടന്നു വരുമ്പോ അയാളെ നടത്തത്തിന് എന്തോ ഒരു കോർങ്ങേടുണ്ട്, ആ കോർങ്ങേടിനെ പരിഹസിക്കാൻ പാടില്ല. അല്ലാഹു വലിയത് കൊടുത്താണ്. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് കൂലി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും. നമ്മളെന്തിനാ പരിഹസിക്കുന്നത്? പരിഹാസത്തിന്റെ ഒരു വാക്കും പറയണ്ട. അല്ലാഹു അല്ലേ കൊടുത്തത്. ഒരാൾക്ക് അല്ലാഹു ഏറെ കൊടുത്തു എന്ന് കൂട്ടിക്കൊള്ളു. 5 വിരലുള്ളൂ, 6 വിരൽ കൊടുത്തു. പിന്നെ അയാളെ ഒരു 6ാം വിരലായിരുന്നു പറഞ്ഞ കളിയാക്കണം. വേണ്ട, കളിയാക്കാൻ പാടില്ല. അല്ലാഹു തആല കൊടുത്തതല്ലേ, നമ്മളെന്തിനാ പറഞ്ഞ് പരിഹസിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളും രീതികളും ഭാവങ്ങളും അല്ലാഹു കൊടുത്തതാണ്. പരിഹസിക്കാൻ പാടില്ല. അതിൽപ്പെട്ട ശ്രേഷ്ഠമായ ഒന്നാണ് സിദ്ഖുൽ ലിസാൻ, സത്യം പറയുന്ന നാവ്. അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഇതൊക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ഈ ഇസ്തിഖാമത്തിന്റെ മേഖലകളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ്. ഒരു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴക്കാത്ത രൂപത്തിൽ പഠിക്കുന്ന കാലത്തും പഠനത്തിന് ശേഷവും അവരുടെ പ്രബോധനത്തിന്റെ കാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും അവരാ വിശുദ്ധി അങ്ങ് സ്വീകരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ബഹുമാനം നൽകി. അവരെ ഖൽബിന് അല്ലാഹു വലിയ തെളിച്ചം നൽകി. സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ആ ആളുകളുടെ മനോഗതിക്കനുസരിച്ച് പ്രഭാഷണം നടത്തിയിട്ട് തിരുത്താനുള്ള വലിയ കഴിവ് അല്ലാഹു കൊടുത്തു. അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ്. അങ്ങനെയാണ് അവർ ദീനിനെ ഹയാത്താക്കിയത്. മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഖൽബിൽ നീറിപ്പുകയുന്ന അല്ലെങ്കിൽ മലീമസമായ രംഗങ്ങൾ അത് വിഷയമാക്കി പറഞ്ഞ് വിമർശിക്കല്ല, ആ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. ചോദ്യം ചോദിക്കാൻ വന്ന ആൾക്കാരുണ്ട്, അവരെ ചോദ്യവും ഉത്തരവും ഒക്കെ ഒന്നാകെ കൊടുത്ത് ദീനിനെ ഹയാത്തായ. നിങ്ങൾ നോക്ക്, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അറിയപ്പെടുന്ന പേര് മുഹിദ്ദീൻ എന്ന പേരല്ല. ഉമ്മ വിളിച്ച പേരെന്താ? വല്ലിപ്പ വിളിച്ച പേരെന്താ? അബ്ദുൽ ഖാദിർ. ആ പേരിനേക്കാളും കൂടുതൽ അറിയപ്പെടുന്ന പേരെന്താ? മുഹിദ്ദീൻ ഷെയ്ഖ്. മുഹിദ്ദീൻ ഷെയ്ഖ് അല്ലേ? അല്ലാഹുവിന്റെ ബർക്കത്തുണ്ട്. നമ്മൾ സദസ്സ് സ്വീകരിക്കട്ടെ. എന്താണ് മുഹിദ്ദീൻ എന്ന വാക്കിന്റെ അർത്ഥം? ദീനിനെ ഹയാത്താക്കിയ മഹാൻ, ദീനിനെ സജീവമാക്കിയ മഹാൻ. നിർജീവമായി കടന്നിരുന്ന പരിശുദ്ധമായ ദീനിനെ ജനങ്ങളെ ഖൽബിൽ വിശ്വാസവും അതുപോലെ തന്നെ സ്വഭാവവും സംസ്കരണവും ഊട്ടിയുറപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ആ രൂപത്തിലങ്ങ് അടിയുറപ്പിച്ച് നിർത്തി. അതാണ് മുഹിദ്ദീൻ എന്ന വാക്ക് മഹാനവറുകൾക്ക് നൽകാനുള്ള കാരണം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദിവസം ഞാൻ എന്റെ യാത്രയിൽ ഞാനിങ്ങനെ പല ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര പോകും, ജനങ്ങളെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട്. അവര് പോകലങ്ങനെ ജനങ്ങളെ അവസ്ഥകൾ നോക്കിയിട്ട് ദഅവത്ത് നടത്തണം, പ്രബോധനം നടത്തണം. ഒരു വഴിക്ക് ഞാൻ അങ്ങനെ പോകുമ്പോ ഒരു വെള്ളിയാഴ്ച ദിവസം ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച ദിവസം ബഗ്ദാദിലേക്ക് ഞാൻ അങ്ങനെ പോവുകയാണ്. ഹിജ്റ 511 വർഷത്തിൽ ഞാൻ ചെരുപ്പ് ധരിക്കാതെയാണ് നടന്നു പോകുന്നത്. അങ്ങനെ സുന്നത്തുണ്ടല്ലോ, എപ്പോഴും ചെരുപ്പ് നടക്കുന്ന ആള് ചിലപ്പോഴൊക്കെ ചെരുപ്പ് ധരിക്കാതെ നടക്കലൊന്നുണ്ട്, സുന്നത്തുണ്ട്. അപ്പൊ നമ്മള് പറയും അങ്ങനെ ഞാൻ നടക്കലുണ്ട് വീട്ടിന്റെ ഉള്ളില്. വീട്ടിന്റെ ഉള്ളില് ഏതാ വീട്? നല്ല മുസൈക്കിട്ട മിനുസപ്പെടുത്തിയ ഒരു ചെറിയ അടുക്ക് പോലും ഇല്ലാത്ത, പിന്നെ കാല സുഖം കിട്ടാനല്ലേ, അതല്ല പറഞ്ഞത്. പുറത്ത് വീടിന്റെ മുറ്റത്തൊക്കെ മുറ്റും അങ്ങനെ ആയിപ്പോയി, പിന്നെ ഏതാ പറഞ്ഞെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നിലം ഇതുപോലത്തെ നിലത്ത് ചെരുപ്പില്ലാതെയും ഇടക്കിടക്ക് നടക്കൽ സുന്നത്തുണ്ട്. ചെരുപ്പിടാതെ ഞാൻ അങ്ങനെ നടക്കുമ്പോ ഞാൻ കാണുന്നു വഴിയോരത്ത്
നിറങ്ങളൊക്കെ മാറി രോഗം ബാധിച്ച് ശരീരം മെലിഞ്ഞു കിടക്കുന്നൊരു വ്യക്തി. ആ വ്യക്തിയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. എന്റെ മുമ്പ് പലരും അത് വഴിക്ക് പോയിട്ടുണ്ട്. അവര് നോട്ടം നോക്കിയിട്ട് പിന്നെ ഒറ്റ പോക്ക് പോയി. അല്ലേ? നമ്മളും സ്വീകരിക്കണം കേട്ടോ നല്ല സ്വഭാവങ്ങൾ. ഏതെങ്കിലും ഒരു സാധു വടിയോരത്ത് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് സഹായിക്കാൻ ആളില്ലാതെ വിഷമിക്കുന്ന കണ്ടാല് ഒറ്റ പോക്ക് പോയി പോകരുത്. നമ്മളയാളെ സഹായിക്കണം. അതിനുവേണ്ടി കുറച്ചൊക്കെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരും, ചിലപ്പം കാശും ചെലവഴിക്കേണ്ടി വരും. പക്ഷെ നല്ല നിയ്യത്തോടെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് കിട്ടുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കൂല. നമ്മളും അങ്ങനെ പോയാൽ എല്ലാവരെ പോലെ നമ്മളും ആകൂലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് പലരും പോയിട്ടുണ്ട് അതേ വഴിക്ക്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ആ വ്യക്തിയിലേക്ക് ഒരു നോട്ടം നോക്കി. മെലിഞ്ഞ ശരീരമാണ്, നിറമൊക്കെ ആകെ വിവർണമായിട്ടുണ്ട്, രോഗം ബാധിച്ച ശരീരമാണ്. ഞാൻ ആ ശരീരത്തിലേക്കൊന്ന് നോക്കിയപ്പോ എന്നെ വിളിച്ചു, അസ്സലാമു അലൈക യാ അബ്ദൽ ഖാദിർ. എന്റെ പേര് വിളിച്ചെന്നോട് സലാം ചൊല്ലിയപ്പോ ഞാൻ സലാം മടക്കി. സലാം മടക്കിയപ്പോ എന്നോട് പറഞ്ഞു, ഇതിനു മിന്നീ ഒന്ന് അടുത്തേക്ക് വരൂ. കണ്ടാൽ ആരും അങ്ങനെ അടുത്തു പോകൂല, കാരണം രോഗം ബാധിച്ചത് മുഴുവനും പുറത്തു തന്നെ കാണുന്നുണ്ട്. ശുഷ്കിച്ച ശരീരമാണ്, നിറമാകെ വിവർണമായിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ കിടക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മളിപ്പോ ആ ഭാരം പേറാൻ പോകണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പോയിട്ട് എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചൊന്ന് നോക്കുക എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ആളുകളുമുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, അടുത്ത് വരൂ. ഞാനങ്ങ് ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തൂ. ഞാൻ അദ്ദേഹത്തെ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ പുരോഗതിപ്പെടുന്നത് ഞാൻ കണ്ടു. രൂപഭാവങ്ങളൊക്കെ മാറി, നിറമൊക്കെ തെളിഞ്ഞു വന്നു. നേരത്തെയുള്ള ആ മുഷിഞ്ഞ ശരീരം പോയി, മെലിഞ്ഞ ശരീരം മാറി നല്ല ശരീരം വന്നു. ആ വിവർണമായ കളറൊക്കെ പോയി, നല്ല തെളിഞ്ഞ മുഖം വന്നു. അപ്പൊ എനിക്ക് പേടി തോന്നിപ്പോയി. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാണ്, ഇതാരാ പഠിച്ചോനെ? നേരത്തെ കണ്ടത് വേറെ രൂപത്തിലും, ഇപ്പൊ ഞാനങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോ വേറെ രൂപത്തില്. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, തഅരിഫുനി, എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, ലാ, എനിക്കറിയൂലല്ലോ, ഇതാരാണെന്ന് എനിക്കറിയൂലല്ലോ. അപ്പൊ ആ രൂപം പറയുകയാണ്, അനദ്ദീൻ. ഷെയ്ഖ് ജീലാനി തങ്ങളെ, ഞാനാണ് ദീന്. ഇന്ന് ജനങ്ങളെ മനസ്സിലുള്ള ദീന് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? ആ രൂപമാണ് ഇന്നുള്ളത്. അവരെ ഉള്ളു മുഴുവനും പുഴുവാണ്, പുറംപൂച്ച് മാത്രമേ ഉള്ളൂ. ഈമാനിൽ മുഴുവനും പുഴുക്കളാണ്. അന്ധവിശ്വാസങ്ങൾ പലരിലും നിബിഡമാണ്. സംസ്കരണ പ്രവർത്തനങ്ങൾ തീരെയില്ല. നിങ്ങൾക്ക് മുമ്പ് പലരും ഇതുവഴി പോയിട്ട് അവരെയൊക്കെ ഞാൻ നോക്കി വിളിച്ചിട്ട് ആരും വന്നിട്ടില്ല. സലാം പറഞ്ഞു, നിങ്ങൾ എന്റെ സലാം മടക്കി. അടുത്തേക്ക് വിളിച്ചപ്പോ അടുത്തേക്ക് വന്നു, കിടക്കുന്ന എന്നെ പിടിച്ചിരുത്തി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് എനിക്കൊരു പുതുജീവൻ നൽകിയല്ലോ. വഅന്ത മുഹയ്യുദ്ദീൻ, നിങ്ങൾ ദീനിനെ ഹയാത്താക്കുന്ന ആളാണ്, നിങ്ങൾ ദീനിനെ സജീവമാക്കുന്ന ആളാണ്. ഞാൻ ആ രൂപത്തെ ആ വ്യക്തിയെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. ഞാൻ അങ്ങനെ തൊട്ടടുത്ത് കാണുന്ന പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി ഞാൻ എന്റെ ചെരുപ്പഴിച്ച് വെച്ച് പള്ളിയിലേക്ക് കയറാൻ നോക്കുമ്പോ എന്റെ ചെരുപ്പ് ശരിയാക്കി വെച്ചുകൊണ്ട് എന്നെ ഒരാൾ വിളിക്കുന്നു, യാ സയ്യിദി മുഹീദ്ദീൻ. ഓ നേതാവായ മുഹീദ്ദീൻ തങ്ങളെ. ഞാൻ ആ പള്ളിയുടെ ഉള്ളിൽ കയറി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോ വേറൊരാൾ വന്ന് എനിക്ക് ചെരുപ്പ് ശരിയാക്കി തരുന്നു. എന്റെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് പല ഭാഗത്തുനിന്നും ആളുകൾ വന്നിട്ട് വിളിക്കുന്നു, യാ മുഹീദ്ദീൻ, യാ മുഹീദ്ദീൻ. അതിനു മുമ്പ് അങ്ങനെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഷെയ്ഖ്
ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സഹോദരങ്ങളെ, ദീനിന് നൽകിയ ഏറ്റവും വലിയ പരിഷ്കരണം സുബ്ഹാനല്ലാഹ് ഇൽമു കൊണ്ടല്ലേ. നിറഞ്ഞ ഇൽമു ജനങ്ങളെ മുന്നിൽ വിതറി, ആ ഇൽമു കൊണ്ട് ആളുകളെ മുഴുവനും പഠിപ്പിച്ചു നന്നാക്കി. ആ വഅദ് കേട്ടിട്ട് എത്ര ആളുകളാണ് നന്നായത്. ആ വഅദിന്റെ മജ്ലിസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിക്കുമ്പോൾ 70,000-ഓളം വരുന്ന ആളുകളല്ലേ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ഇൽമൊന്ന് പരിശോധിക്കാൻ വേണ്ടി ബഗ്ദാദിലെ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട 100 പണ്ഡിതന്മാർ ഒരുങ്ങി പുറപ്പെട്ട് ഓരോരുത്തരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് വ്യത്യസ്ത വിഷയങ്ങളിൽ ഓരോ ചോദ്യം ചോദിക്കണം എന്ന തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. 100 ബുദ്ധിമാന്മാരാണ്. ഒരാൾ ചോദിക്കുന്ന ചോദ്യമല്ല മറ്റാളുടെ ചോദ്യം, ആ ചോദ്യമല്ല മൂന്നാമത്തെ ആളെ ചോദ്യം. 100 പേരും ചോദ്യം ചോദിക്കാൻ ഉറപ്പിച്ചിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ വഅദ് പറയുന്ന മജ്ലിസിന്റെ മുമ്പിൽ തന്നെ വന്നിരുന്നു. അപ്പൊ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മുഫർരിജ് ഇബ്നു നബ്ഹാൻ എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഞാനും ആ സ്ഥലത്ത് ഉണ്ട്, വഅദിന്റെ മജ്ലിസിൽ ഞാനും ഉണ്ട്. ഈ 100 പണ്ഡിതന്മാരെയും അതിനു മുമ്പ് വഅദിന്റെ മജ്ലിസിലൊന്നും കാണാറില്ല. അവരാ ബഗ്ദാദിൽ നല്ല പേരും പ്രശസ്തിയുമുള്ള പണ്ഡിതന്മാരാണ്. ഓരോരുത്തർക്കും ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. അവര് മുന്നിൽ വന്നങ്ങിയിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്റ്റേജിൽ വന്നിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്റ്റേജിൽ വന്നിരുന്നപ്പോ കുറച്ചു നേരം ഈ 100 ആളുകൾ വന്നിരിക്കാണ്. ഒരാളുടെ മസലയല്ല രണ്ടാമത്തെ ആൾക്ക്. 100 പേർക്ക് 100 മസലയാണ് ചോദിക്കാറുള്ളത്. വ്യത്യസ്ത മസലകൾ. അതൊക്കെ ഈ സദസ്സിൽ വെച്ച് ചോദിക്കാനാ വന്നത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇവരെ കണ്ടപാടത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. മഹാനവറുകൾ ഒന്നിങ്ങനെ തലതാഴ്ത്തി, ഒറ്റ തലതാഴ്ത്തിയിരുന്നപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു മിന്നൽ പിണർപ്പ്, ഇതുവരെ ആരും കാണാത്ത ഒരു വെളിച്ചം സദസ്സിലേക്ക് അങ്ങ് പ്രവഹിച്ചു. 100 പേരുടെയും ശരീരത്തിന്റെ ഭാഗത്തിലൂടെ അങ്ങ് അടിച്ചു വീശി. ഓരോരുത്തരുടെ ശരീരത്തിലും ആ പ്രകാശത്തിന്റെ രശ്മികൾ എത്തുമ്പോ പിന്നെ അവര് പരിഭ്രമിച്ചു പോയി, പേടിച്ചു പോയി, ചോദ്യം മറന്നുപോയി, ഇൽമും പോയി. ഇതുവരെ പഠിച്ച ഇൽമൊക്കെ അവരെ ഹൃദയത്തിൽ നിന്ന് പോയി. ചോദിക്കാമെന്ന മസലയും പോയി. അവര് ചെറിയ പരിശോധനക്ക് വേണ്ടി വന്നതല്ലേ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവര് എത്തിയിരുന്നപ്പോഴേക്ക്, അവര് വന്നിരുന്നപ്പോഴേക്ക് സദസ്സിലൊന്ന് വന്നൊരു നോട്ടം നോക്കിയപ്പോഴേക്ക് സദസ്സിലെ മുഴുവനും മഹാനവറുകൾ വിലയിരുത്തിപ്പോയി. സഹോദരങ്ങളെ, ആ ഒരു ഉന്നത വിധാനത്തിലേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എത്തിയത് ഇസ്തിഖാമത്തിലായി ജീവിച്ചിട്ടാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ തെളിഞ്ഞ മാർഗത്തിലൂടെ ജീവിച്ചാൽ നമ്മുടെ ഖൽബിന് അല്ലാഹു നല്ല തെളിവ് തരും. പിന്നെ ആ ഖൽബ് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശങ്ങൾക്കൊക്കെ വലിയ ഫലമുണ്ടാകും, വലിയ പ്രതിഫലനം ഉണ്ടാകും. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മഹാനവർകൾ ഇങ്ങനെ ആ സദസ്സിൽ എങ്ങനെ ഇരുന്നു കുറച്ചു നേരം. ഇവരൊക്കെ നല്ല പരിഭ്രമിച്ച് ആകെ ബേജാറായി. 100 ആളും കൂടി ഒറ്റ അട്ടഹാസം, വലിയ ഒച്ചുണ്ടാക്കി. അവരവരെ വസ്ത്രങ്ങളൊക്കെ പറിച്ചു കീറാൻ തുടങ്ങി. തലേക്കെട്ടൊക്കെ തലേന്ന് എടുത്തിട്ടു. പണ്ഡിതന്മാരാ 100 ആൾക്കാരും ആകെ ബേജാറായി പോയി. വല്ലാത്ത കളി കളിക്കാണ്. വസ്ത്രങ്ങളൊക്കെ പറിച്ചു കീറിയിട്ട് എന്തോ ഒരു കളി. അവരങ്ങനെ ബേജാറിലിരിക്കുമ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടെയുള്ള കുർസിയുടെ മേലെ, കസേരയുടെ മേലെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് മഹാനവർകൾ അവരുടെ തലഭാഗങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് മുഴുവനും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാല് രണ്ടും ഒന്ന് പൊക്കി വെച്ചു. 2 കാലും മഹാനവർകൾ അങ്ങ് ഉയർത്തിയപ്പോ സദസ്സിൽ നിന്ന് വലിയൊരു അട്ടഹാസം മുഴങ്ങി. ബഗ്ദാദ് പോലും പ്രകമ്പനം കൊണ്ട രൂപത്തിലൊരു ശബ്ദമാണ്. അതിനുശേഷം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 100
പണ്ഡിതന്മാരിൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ടൊന്ന് അണച്ചുകൂട്ടി പിടിച്ചു, നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെച്ച ശേഷം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 100 പേരെയും അണച്ചുകൂട്ടി പിടിച്ച ശേഷം അങ്ങ് പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒന്നാമത്തെ ആളോട് നിങ്ങളെ ചോദ്യം ഇതല്ലേ, അതിന്റെ ഉത്തരം ഇതാണ്. രണ്ടാമത്തെ ആളോട് നിങ്ങളെ ചോദ്യം ഇതല്ലേ, ഉത്തരം ഇതാണ്. ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കാതെ 100 പേരുടെയും ചോദ്യവും ഉത്തരവും ഒരേ സദസ്സിൽ നിന്നങ്ങ് പറഞ്ഞു. ആ സദസ്സ് പിരിയുന്ന നേരത്ത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളെ കാര്യം എന്താണ്? അവര് പറഞ്ഞു, മഹാനവറുകളെ, ഞങ്ങൾ ഈ സദസ്സിലങ്ങ് വന്നിരുന്നപ്പോ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട നല്ലൊരു പ്രകാശം ഞങ്ങളെ മേൽ കൂടി ഒന്ന് അടിച്ചു വീശിപ്പോയപ്പോ പഠിച്ച ഇൽമെല്ലാം ഞങ്ങളിൽ നിന്ന് അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. പിന്നെ ഞങ്ങളെ ഖൽബിൽ ഒന്നുമില്ല, അറിയുന്നത് മുഴുവനും ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ പിന്നെ ഞങ്ങളെ മനസ്സിൽ യാതൊരു അറിവും ഇല്ലാതെ ഞങ്ങളൊരു ജീവിക്കുന്ന ശവമായ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെയാണ് തങ്ങളെ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോ അല്ലാഹു ഞങ്ങളെ ഖൽബിൽ എല്ലാ തരം ഇൽമും തന്നു. ശരിയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഇനിയില്ല, ഞങ്ങൾ സമ്മതിച്ചു പോയി. സഹോദരങ്ങളെ, രോഗം നോക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റിനല്ലേ ലോകത്ത് വലിയ വില. അല്ലാഹു തആല ഔലിയാക്ക് കൊടുത്ത വലിയൊരു മഹത്വമാണത്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഭൗതിക ലോകത്ത് അല്ലാഹുവർക്ക് നൽകിയ വലിയൊരു സന്തോഷമാണത്. അവരുടെ ഉപദേശം കൊണ്ട് ആളുകളുടെ മനസ്സ് നന്നാകുന്നു. പണ്ഡിതന്മാരാണ് ഞാൻ ഈ പറഞ്ഞത്. ആ പണ്ഡിതന്മാരുടെ ആശങ്ക മുഴുവനും നീങ്ങി. അവരെ മനസ്സിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നിറച്ചു കൊടുത്തു. വലിയ സന്തോഷത്തോടെ അവർ സദസ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. രാജാക്കന്മാർ അവിടുത്തെ മജ്‌ലിസിൽ എത്താറുണ്ട്. ആ രാജാക്കന്മാരൊക്കെ ശൈഖ് ജീലാനി തങ്ങളെ മുന്നിലേക്ക് വലിയ പാരിതോഷികങ്ങളുമായി വരാറുണ്ട്. പക്ഷെ ആ പാരിതോഷികങ്ങളൊക്കെ ശൈഖ് ജീലാനി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും ആദ്യം. അത് ഇസ്തിഖാമത്തിലായി നടക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന ഖൽബിന്റെ തെളിവാണ്. ഒക്കെ വലിയ ബഹുമാനമാണ്. അവരെ ബഹുമാനം കൊണ്ട് അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ആ ബഹുമാനങ്ങളൊക്കെ കൊണ്ടൊക്കെ ദീനിന് കിട്ടുന്നത് വലിയ ഉപകാരമാണ്, ജനങ്ങൾക്ക് കിട്ടുന്നത് വലിയ ഉപകാരമാണ്. ഓരോരുത്തരുടെയും മനസ്സ് ഓരോ സദസ്സിൽ നിന്നും മാറ്റം വരികയാണ്, നന്നാവുകയാണ്, പശ്ചാത്താപബോധമുണ്ടാവുകയാണ്, സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഇൽമു കൊണ്ട് അല്ലാഹു തആല നൽകിയ വലിയ ഉയർച്ചയല്ലേ അത്. ദുനിയാവിൽ ആരെങ്കിലും മുന്നിൽ ഏതെങ്കിലും പ്രസന്റേഷനോ കാണിച്ച ആൾക്കാർ സ്വീകരിക്കുമ്പോൾ പെട്ടുപോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടോ? ഇല്ല. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഇവിടെയും അവർക്ക് സന്തോഷം, പാരത്രിക ലോകത്തും അവർക്ക് സന്തോഷം. രണ്ട് ലോകത്തും ഔലിയാക്കൾക്ക് സന്തോഷം എന്നല്ലേ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അന്ന് ഭരിക്കുന്ന ഭരണാധികാരി ശൈഖ് ജീലാനി തങ്ങളെ സദസ്സിൽ വന്നു. മുസ്തൻജിദ് ബില്ലാഹി അബുൽ മുളഫർ യൂസുഫ് എന്ന് പറയുന്ന സലാം പറഞ്ഞു, നിർദ്ദേശങ്ങളൊക്കെ തേടി. ശൈഖ് ജീലാനി തങ്ങളെ മുന്നിൽ 10 സഞ്ചിയിലായി ധാരാളം സമ്പത്ത് കൊണ്ടുവന്നു വെച്ചു. 10 സഞ്ചിയിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ 10 പരിചാരകന്മാർ ഏറ്റിക്കൊണ്ടുവന്നതാണ്. അത്രയും അധികമുണ്ട്. സദസ്സിന് മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ലാ ഹാജത ലീ ഫീഹാ, അതിലൊറ്റൊന്നിനും എനിക്ക് ആവശ്യമില്ല, കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു. കണ്ട, 10 പണക്കിയാണ്. അത് 100 ദിർഹം 200 ദിർഹം എന്ന് പറഞ്ഞാൽ പോരാ, 10 ആളുകൾ ചുമന്നു കൊണ്ടുവന്നതാ. അപ്പൊ എത്രത്തോളം വേണം? ഒന്ന് തന്നെ 10 ആളുകൾ 10 സഞ്ചി ചുമന്നു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ എത്ര ഉണ്ടാകും? മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് തീരെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞു, അബുൽ മുളഫർ പറഞ്ഞു, അല്ല, നിങ്ങൾ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശൈഖ് ജീലാനി തങ്ങൾ കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒരു കീസ് എടുത്തു. എന്നിട്ട് വലത്തെ കൈയിൽ പിടിച്ചു, മറ്റൊന്നെടുത്ത് ഇടത്തെ കയ്യിലും പിടിച്ചു. രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പിടിയല് വീഴും. പിഴിഞ്ഞു നോക്കുമ്പോൾ അതിൽ നിന്ന് രക്തമാണ് ഒഴുകുന്നത്.
ആ രണ്ട് പണക്കിടിയിൽ നിന്ന് താഴോട്ടൊഴുകുന്നത് രക്തമാണ് സഹോദരങ്ങളെ. നമ്മളെ രക്തനേത്രം കൊണ്ട് നോക്കിയാൽ കാണുന്നത് എന്താ? ദിർഹമും ദീനാറും. അവര് നോക്കിയപ്പോൾ കണ്ടതെന്താ? ഇത് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാ. അതുകൊണ്ടല്ലേ എത്ര മഹാന്മാർക്കാണ് അല്ലാഹു തആല അങ്ങനെ തെളിവ് കൊടുത്തത്. നല്ലോണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അപ്പൊ നമ്മുടെ ഖൽബ് നന്നാകും. ഒരൊറ്റ മുതഅല്ലിമിനെയും ആലിമിനെയും സയ്യിദിനെയും നിസാരപ്പെടുത്തരുത്. ഇതൊക്കെ അല്ലാഹു ബഹുമാനിച്ചവരാണ്. നമ്മളങ്ങനെ ബഹുമാനിച്ചാൽ നമുക്ക് എന്തേ വരാണ്ടോ? കുറവ് വരാണ്ടോ? എന്തേ വീണു? എന്താ നമ്മളെ ഖൽബിന് സമ്മതിക്കാത്തത്? ഖൽബ് സമ്മതിക്കില്ലെങ്കിൽ അതിനർത്ഥം കിബ്റുന, വേറൊന്നും പറയാനൊന്നുമില്ല. അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ നമ്മളെ ഖൽബിൽ സമ്മതിക്കുന്നില്ല. ആ ഖൽബിൽ എന്താ ഉള്ളത്? കിബ്റാണുള്ളത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനിക്കേണ്ടവർക്ക് ബഹുമാനിക്കണം. മുതഅല്ലിമീങ്ങളോട് വലിയ ബഹുമാനമാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. ഏതാള് പഠിക്കാൻ വന്നാലും സ്വീകരിക്കും. അവരെ സദസ്സിലൊക്കെ വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിലെ വ്യത്യസ്ത മുഖഭാവങ്ങളും സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. പക്ഷെ ഒരാളെയും വേർതിരിച്ച് കാണിക്കാതെ അവര് വരുമ്പോ തന്നെ അറിയും എത്ര കറയോടുകൂടെ വരുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കും. പഠിപ്പിച്ചു കൊടുക്കേണ്ട പോലെ പഠിപ്പിച്ചു കൊടുക്കും. ബഹുമാനം കൊണ്ട് വലിയ നിലവാരം കിട്ടിയ മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. ആ മഹാൻ അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ട ബിസ്മില്ലാഹി എന്ന് പറയുന്ന പരിശുദ്ധമായ വചനം അത് ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹു നൽകിയ വലിയൊരു ബഹുമാനം നോക്ക് നിങ്ങൾ. ഭക്ഷണം കഴിക്കാൻ മുന്നിൽ ഏത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാലും ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാര് പറയുമായിരുന്നു, ഉസ്താദ് ഭക്ഷണം കഴിച്ച് തുടങ്ങിയാലേ ഞങ്ങൾ തുടങ്ങുള്ളൂ. പക്ഷേ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറ്റുന്നതാണോ പറ്റാത്തതാണോ തീരുമാനാകും. അതെങ്ങനെ? ആ ഭക്ഷണം വിളിച്ചു പറയും, നിങ്ങൾ എന്നെ കഴിക്കരുത് എന്ന്, നിങ്ങൾ എന്നെ ഭക്ഷിക്കരുത്, ഇത് നിങ്ങൾക്ക് പറ്റൂല. എങ്ങനെയാണ് അത്രയും വലിയ ബഹുമാനം അല്ലാഹു തആല കൊടുത്തത്? അവരെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കാൻ കൽപ്പിച്ചതിന് മുഴുവനും ബഹുമാനിച്ചപ്പോൾ അല്ലാഹു തആല അവരെ മനസ്സിന് കൊടുത്ത വലിയൊരു ബഹുമാനമാണ്, സ്വീകാര്യതയാണ്. പിന്നെ അവർക്ക് ഈ ദുനിയാവിൽ എന്ത് പേടിക്കാനുള്ളത്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു രണ്ട് പണക്കി എടുത്തിട്ട് അബുൽ മുളഫറിന്റെ മുന്നിൽ ഇങ്ങനെ പീഞ്ഞിട്ട് പറഞ്ഞു, അബുൽ മുളഫറെ, അമാ തസ്തഹി മിനല്ലാഹി അൻ തഅഖുദ ദിമാഅൻ നാസി വ തുഖാബിലുനി ബിഹാ. ജനങ്ങളുടെ അവകാശങ്ങൾ പിഴുതെടുത്തിട്ട് എന്നെ വന്ന് സ്വീകരിക്കുന്നതിന് നിനക്ക് നാണമില്ലേ? ജനങ്ങളിൽ നിന്ന് പറ്റാത്തത് മുഴുവനും പിടുങ്ങിയിട്ട് അതൊക്കെ സഞ്ചിയിലാക്കിയിട്ട് എന്റെ മുന്നിൽ സ്വീകരിക്കേണ്ട വസ്തുവാക്കി കൊണ്ടുവന്നതിന് അള്ളാനെ പറ്റി നാണമില്ലേ നിനക്ക്? ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് രാജാവ് ബോധം കെട്ട് വീണുപോയി. എന്നിട്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇസ്സത്തിൽ മഅബൂദി ലൗലാ ഹുർമത്തു ഇത്തിസാലിഹി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതറക്തു ദമ യജ്രി ഇലാ മൻസിലിഹി. ഈ പറയുന്ന അബുൽ മുളഫർ എന്ന് പറയുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു കണക്ഷൻ ഉണ്ട്, കുടുംബ ബന്ധത്തിലൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ബന്ധമില്ലെങ്കിൽ, ആ ഒരു ബഹുമാനമില്ലെങ്കിൽ ഈ ഒഴുകുന്ന രക്തം അയാളെ വീട്ടിലേക്ക് ഒലിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കുമായിരുന്നു. അയാളെ വീട്ടിൽ നിറച്ചു വെച്ചിരിക്കുന്നതും ഇതുപോലെ കുറെ അവിഹിത സമ്പത്തുകളാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പിന്നെ ഇടക്കിടക്ക് അബുൽ മുളഫർ എന്ന് പറയുന്ന ഈ രാജാവ് വരും. ഒരിക്കൽ വന്നപ്പോ ആ രാജാവ് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇന്നെന്തെങ്കിലുമൊക്കെ വലിയ കറാമത്ത് ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്റെ ഖൽബിന് ഒരു സന്തോഷം കിട്ടുമല്ലോ, ഒരു സന്തോഷം കിട്ടുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് സദസ്സിലിരുന്നു. ഇങ്ങനെ വാലിന്റെ മജ്ലിസിൽ വന്നിരുന്നു. അപ്പൊ ശൈഖ് ജീലാനി തങ്ങൾ ചോദിച്ചു, വമാ തുരീദു, നിങ്ങളെ ലക്ഷ്യം എന്താണ്? വന്നിട്ട് നിങ്ങളെ ലക്ഷ്യം എന്താന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല ഒരു ആപ്പിൾ കിട്ടണം. എവിടെ ആപ്പിൾ ഇല്ലാത്ത കാലം, ഒരു ആപ്പിൾ അദൃശ്യ ലോകത്തുനിന്നും കൊണ്ട് കിട്ടണം എന്ന് പറഞ്ഞു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാകണ്ട രണ്ടെണ്ണം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ കൈ നീട്ടി രണ്ട് ആപ്പിൾ കൊടുത്തു.
ആപ്പിൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഈ കറാമത്തുകൾ ആൾക്കാരെങ്ങനെ പറ്റിക്കാനല്ല, അതിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതിനാണ് മഹാന്മാർക്ക് അല്ലാഹു കറാമത്തും മുഅ്ജിസത്തും കൊടുക്കുന്നത്. 2 ആപ്പിൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് മൂപ്പര കയ്യിൽ കൊടുത്തു, അബുൽ മുളഫറിന്റെ കയ്യിൽ. ഒന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ കയ്യിലും പിടിച്ചു. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചു, അതൊന്ന് പൊട്ടിക്കാൻ പറഞ്ഞു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ പൊട്ടിച്ചപ്പോൾ അതിന്റെ ഉള്ളു മുഴുവനും നല്ല വെള്ളയാണ്. കസ്തൂരി പോലെ നല്ല ഒരു സുഗന്ധം അതിന്റെ ഉള്ളിൽ നിന്ന് അടിച്ചു വീശുന്നു. മുസ്തൻജിദ് ബില്ലാഹി എന്ന് പറയുന്ന ഭരണാധികാരി അതങ്ങ് പൊട്ടിച്ചപ്പോ ഫൈദാ ഫീഹാ ദൂദാ, അതിൽ ധാരാളം പുഴുക്കളാണ്. 2 ആപ്പിള് 2 കൈവശം പിടിച്ചപ്പോ 2 രൂപമല്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്താ നിനക്ക് മനസ്സിലായോ? ഈ ആപ്പിൾ എന്താണെന്നും നിന്റെ കയ്യിലുള്ള ആപ്പിൾ എന്താണെന്നും മനസ്സിലായോ? അബുൽ മുളഫറേ, ജനങ്ങളുടെ അവിഹിതം നിന്റെ കയ്യിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കയ്യിൽ ആപ്പിൾ പിടിച്ചപ്പോഴേക്ക് ആപ്പിളിന്റെ ഉൾഭാഗം മുഴുവനും പുഴുവായി മാറിപ്പോയത്. എന്റെ കൈകൊണ്ട് ജനങ്ങളെ അവിഹിതം ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഒരാളെ അക്രമത്തിനും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അതിന് അനുകൂലം നിന്നിട്ടില്ല. അതുകൊണ്ട് കയ്യിന്റെ ഒരു പരിശുദ്ധിയില്ലേ, ആ പരിശുദ്ധിയാണ് നിനക്ക് ബോധ്യപ്പെടുത്തി തന്നത്. നല്ല നിലക്ക് ഭരിക്കാനും നന്നാകാനും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കറാമത്ത് കാണിച്ചു കൊടുത്തതുപോലെ ജനങ്ങൾക്ക് വലിയ സഹായം അവിടുത്തെ കൊണ്ട് കിട്ടിയില്ലേ? കറാമത്ത് കൊണ്ട്. നമ്മളൊക്കെ സാധാരണ പാടാറില്ലേ സഹോദരങ്ങളെ? ഖഫീലക്കാരേ കള്ളർ കൂടിച്ചാരേ കാണാ നിലത്തുന്ന് ഖബ്ഖാബാൽ കൊന്നോവർ. ഒരു കച്ചവട സംഘം ഉപജീവന മാർഗത്തിന് വേണ്ടി കച്ചവടത്തിന് പോകുമ്പോ വടിവക്കിൽ വെച്ച്, വടിയോരത്ത്, വടിയുടെ ഉൾഭാഗത്ത് വെച്ച് കള്ളന്മാരവരെ പിടികൂടിയിട്ട് അവരെ കെട്ടിയിട്ടു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ മഹാനവറുകൾ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 555 സഫർ മാസം 3 ഞായറാഴ്ച ദിവസമാണ്. ശിഷ്യന്മാർ പറയുന്നു, ഉസ്താദ് ക്ലാസിന്റെ അടുത്ത് സാധാരണ എണീറ്റ് പോകാറില്ല, പെട്ടെന്ന് എണീറ്റ് പോയി പുറത്തുപോയി ഉളു എടുത്തിട്ട് ധരിച്ചിരുന്ന മെതിയടി, അതിനാണ് ഖബ്ഖാബ് എന്ന് പറയുന്നത്, മെതിയടിയിൽ നിന്ന് 1 മഹാനവറുകൾ അഴിച്ചു. എന്നിട്ട് വളരെ ദൂരത്തേക്ക് ഇങ്ങനെ ആങ്ങി ഓങ്ങി എറിയുന്നത് ഞങ്ങൾ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ മറ്റേ മെതിയടിയും അഴിച്ചു, അതും എറിയുന്നത് കണ്ടു. 2 എറിയുന്നത് കണ്ട് എന്നിട്ട് ശേഷം ഉസ്താദ് 2 റക്അത്ത് നിസ്കരിച്ചു. ഉളൂവിന്റെ 2 റക്അത്ത് നിസ്കാരാണ്. ഉളൂവിന്റെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടിയപ്പോൾ സുബ്ഹാനല്ലാഹ് വലിയൊരു അട്ടഹാസം കേട്ടു. എന്താണ് അട്ടഹാസം എന്ന് മനസ്സിലായില്ല. 2 മെതിയടിയും ഇങ്ങനെ എറിഞ്ഞില്ല. അതെവിടേക്കാണ് പോയതെന്നും എന്താണ് സംഭവം എന്നും ചോദിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ധൈര്യമില്ല. ഞങ്ങൾ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചോദിക്കാൻ ധൈര്യം വരാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് 23 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കച്ചവട സംഘണ്ട് ഉസ്താദിനെ കാണാൻ വേണ്ടി, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വരും. അപ്പൊ ആ കച്ചവട സംഘം അനറബി നാടുകളിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ബഗ്ദാദിലേക്കും പരിസരത്തേക്കൊക്കെ പോകുന്നവരാണ്. അവരിങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞു, മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, ശിഷ്യന്മാരോട്, ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടെ ഉണ്ടോ? ഞങ്ങളെ കയ്യിൽ ഉസ്താദിനൊരു നേർച്ചയുണ്ട്, ആ നേർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെ കയ്യിൽ നിന്ന് നേർച്ച നിങ്ങൾ സ്വീകരിക്കണം. അവർ ഞങ്ങൾക്ക് ഒരുപാട് പട്ട് വസ്ത്രങ്ങൾ തന്നു, നേർച്ചയാക്കിയതാണത്. കുറെ സ്വർണ്ണാഭരണവും തന്നു. കൂട്ടത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മെതിയടിയും ഞങ്ങളെ കയ്യിലേക്ക് തന്നു. ഞങ്ങൾ ചോദിച്ചു കച്ചവടക്കാരോട്, ഉസ്താദിന്റെ ചെരുപ്പാണല്ലോ, ഇത് എവിടുന്നാ കിട്ടിയത്? ആ സമയത്ത് അവര് പറഞ്ഞു, സഫർ മാസം 3 ഞായറാഴ്ച ദിവസം
ദിവസം ഞങ്ങൾ ഇങ്ങനെ യാത്രക്കാര് സഞ്ചരിക്കുമ്പോ ഞങ്ങളെ മുന്നിലേക്ക് ഒരുപാട് കള്ളന്മാര് വന്ന് നേതൃത്വം നൽകുന്നത് 2 നായകന്മാരാണ്. അവരാണ് കാര്യമായും വിഷയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അവിടെ ബാക്കിയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഞങ്ങളവർ പിടിച്ചു കെട്ടിയിട്ട് ഞങ്ങളെ സമ്പത്ത് മുഴുവനും അവർ കവർന്നെടുത്തു. സുബ്ഹാനല്ലാഹ്, പ്രതിരോധിച്ച കുറെ ആളുകൾക്ക് ഞങ്ങളിൽ നിന്ന് അവർ അക്രമം ചെയ്തു. എന്നിട്ട് അവർ ഒരുമിച്ചുകൂടി ഞങ്ങളെ സ്വത്ത് മുഴുവനും കൊണ്ടുപോയി വിഹിതം വെക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ലൗ നദർനാ ലിശൈഖ് അബ്ദുൽ ഖാദിരി, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് വല്ലതും നേർച്ചയാക്കിയാലോ, ഈ സമയത്ത് നമ്മൾ വല്ലതും നേർച്ചയാക്കിയാലോ എന്ന് കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു. ഞങ്ങളൊക്കെ സമ്മതിച്ചു, നമുക്ക് നേർച്ചയാക്കാമല്ലോ, രക്ഷപ്പെട്ടാ നമുക്ക് നേർച്ചയാക്കാം. ഞങ്ങളങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ 2 ശബ്ദം ഞങ്ങൾ കേട്ടു. ആ ശബ്ദം ആ താഴ്വര മുഴുവനും പ്രകമ്പനം കൊള്ളിച്ച ശബ്ദമാണ്. പിന്നെ അതാ ബാക്കിയുള്ള ചോട്ടാ കള്ളന്മാർ മുഴുവനും ഞങ്ങളോട് വന്ന് ക്ഷമാപണം നടത്തുന്നു. ഞങ്ങളെ സ്വത്തൊക്കെ അവർ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളെ സ്വത്ത് ഞങ്ങൾ വിഹിതിക്കാനിരിക്കുന്ന നേരത്ത് 2 ചെരുപ്പ് മുകളിലൂടെ പറന്നു വന്നു. ഞങ്ങളെ നേതാക്കളിൽപ്പെട്ട 2 ആളെ മർമ്മത്തിലേക്കാണ് വന്ന് വീണത്. 2 പേരും പണിയായി പോയി. കൊള്ളക്കാരിൽ നിന്ന് തലവന്മാരായ 2 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാകും. ഒന്നിനും വഴങ്ങാത്തത് കൊണ്ട് അവസാനത്തെ ശിക്ഷയായി കണക്ക് കൂട്ടിയാൽ മതി. അങ്ങനെ അക്രമികൾ അല്ലാഹു പാഠം പഠിപ്പിക്കരുത്. ഒറ്റടിക്ക് അല്ലാഹു തആല ആരും കൊണ്ടുപോകല്ല. ഫിറഔനെ ഒറ്റടിക്ക് അല്ലാഹു കൊണ്ടുപോയോ, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. നിമ്രൂദിനെ കൊണ്ടുപോയോ, എന്തെല്ലാം കൊടുത്തു. അബൂജഹലിനെ ഒറ്റടിക്ക് കൊണ്ടുപോയോ, എന്തെല്ലാം കൊടുത്തു. പക്ഷേ ഒന്നും സ്വീകരിക്കാതാകുമ്പോ പിന്നെ അവസാനം ഒറ്റങ്ങോട് കൊടുക്കും. അങ്ങനെയല്ലേ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ടാണ് ഇവർക്ക് 2 പേരുടെയും സമീപത്തേക്ക് 2 ചെരുപ്പ് വന്ന് വീണു. ആ ചെരുപ്പ് അവർ മനസ്സിലാക്കി ശൈഖ് ജീലാനി തങ്ങളെ ചെരുപ്പാണെന്ന്. ഞങ്ങൾ ആ ചെരുപ്പും എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. ശിഷ്യന്മാര് ചോദിക്കുന്നു, എപ്പോഴാണ് അവിടെ ഏറ് വന്ന് വീണ ദിവസം? അതേ സഫർ 3-നാണ്. ഉസ്താദ് ഉദു എടുത്തിട്ട് ചെരുപ്പെറിഞ്ഞ ദിവസം ശിഷ്യന്മാര് കണക്ക് കൂട്ടി. ശരിയാണല്ലോ, ഏറ് കൊണ്ടുപോയതും എറിഞ്ഞതും ഒരേ ദിവസമാണ്, തട്ടിയതും ഒരേ ദിവസമാണ്. 23 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കച്ചവട സംഘം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി എത്തുന്നത്. സഹോദരങ്ങളെ, 23 ദിവസം യാത്ര ചെയ്തു വരുന്നതിന്റെ അപ്പുറത്തേക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടം എത്രമാത്രം വലിയ നോട്ടമാണ്. അതിന് പരിധിയില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതല്ലേ. എന്റെ അടിമ ഫർളുകൾക്ക് പുറമേ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് അങ്ങടുത്താൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കൈ ഞാനാകും, അവന്റെ കേൾവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എത്ര ദൂരത്തേക്ക് കാണാൻ ആ അടിമ ഉദ്ദേശിക്കുന്നുണ്ടോ, തടസ്സങ്ങളൊന്നുമില്ലാതെ, രൂപഭാവങ്ങളൊന്നും വ്യത്യാസപ്പെടാതെ, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കും. എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയും, എളുപ്പത്തിൽ കേൾക്കാൻ കഴിയും, എളുപ്പത്തിൽ സഹായം കിട്ടും. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹു തആല കൊടുത്ത ബഹുമാനം കൊണ്ട് നിങ്ങൾ നോക്ക്, കറാമത്ത് കൊണ്ട് എത്രമാത്രം വലിയ സംരക്ഷണമാണ്. ആ സാധുക്കളായ ജനങ്ങൾക്ക് മഹാനവർകൾ നൽകിയ സംരക്ഷണം ചെറുതല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വിളിക്കുന്നതിനും സഹായം തേടുന്നതിനും യാതൊരു മടിയും നമുക്ക് തോന്നിപ്പോകണ്ട. ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ ജീവിച്ച മഹാന്മാർക്ക് അല്ലാഹു തആല പറഞ്ഞ മഹത്വമില്ലേ ആയത്തിന്റെ അവസാനം, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരെ സവിധത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. നമ്മൾ സാധാരണ മാലയിൽ പാടാറില്ലേ, അങ്ങനെ തന്നെ മലായികതന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ. ധാരാളം സംഭവങ്ങളിൽ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ പ്രവർത്തിച്ച ഔലിയാക്കളെ മുന്നിലേക്ക് മലക്കുകൾ സന്തോഷ വാർത്തയുമായി വരും. പ്രത്യേക
പ്രത്യേകിച്ച് മരണത്തിന്റെ ഘട്ടത്തിൽ വരും. വന്നിട്ട് മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ, ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, വലാ തഹ്സനൂ, കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖം വേണ്ട, വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ഭീതിയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ. അങ്ങനെ തന്നെയല്ലേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നമ്മൾ കണ്ടത്. 90 കൊല്ലം ജീവിച്ച മഹാനവർകൾ സുബ്ഹാനല്ലാഹ് 40 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിച്ച് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ 6-ാം നൂറ്റാണ്ട് കാലത്ത് വലിയ വിപ്ലവ പ്രവർത്തനമാണ്, പരിഷ്കരണ പ്രവർത്തനമാണ് നടത്തിയത്. ഈമാനില്ലാത്ത മനുഷ്യന്മാർക്ക് ഈമാൻ നൽകി, ഹിദായത്ത് നൽകി, പാവങ്ങളെ സഹായിച്ച്, ഉപദേശങ്ങൾ നൽകേണ്ടവർക്ക് ഉപദേശങ്ങൾ നൽകി. ആ ശിഷ്യഗണങ്ങളുണ്ടല്ലോ, അവരെ ഖൽബ് മുഴുവനും സ്ഫുടമാക്കി മാറ്റിയെടുത്തു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ അവിടുത്തെ ശിഷ്യന്മാരെ മുഴുവനും മികവുറ്റവരാക്കി, മുരീദന്മാരെയും അവിടുത്തെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഒക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മാർഗത്തിൽ തന്നെ ചേർത്തി നന്നാക്കിയെടുത്ത് നല്ല ഒരു സമൂഹത്തെയാണ് പിൽക്കാല സമൂഹത്തിലേക്ക് മഹാനവറുകൾ കൈമാറിയത്. ദീനിന് ചെയ്ത വലിയ സേവനം കൊണ്ട് പിൽക്കാലത്ത് അവിടുത്തെ പേരിൽ സ്ഥാപിതമായ സ്ഥാപനങ്ങളൊക്കെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. പള്ളികളൊക്കെ നോക്ക് നിങ്ങൾ, മൊയ്തീൻ പള്ളി എന്നല്ലേ പറയാം അല്ലേ? ശൈഖ് ജീലാനി പള്ളി എന്നല്ലല്ലോ പറയാം, മുഹ്യിദ്ദീൻ പള്ളി എന്നല്ലേ പറയാം. പല പള്ളികളും നാട്ടിൽ അങ്ങനെ കാണാൻ കഴിയുന്നു. ആ പേരിലാണ് അത് അറിയപ്പെട്ടത്. നമ്മളും ദീനിന് വേണ്ടി അക്ഷീണം യത്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കുറവും ആ വിഷയത്തിൽ വരുത്തരുത്. പ്രവർത്തകന്മാർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാലോചിതമായ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ സംബന്ധിക്കണം. ശൈഖ് ജീലാനി തങ്ങളുടെ വഫാത്തിന്റെ നേരം നോക്ക് നിങ്ങൾ, എത്ര സന്തോഷമുള്ള നേരമാണ്. മലക്കുകൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു സ്വഭാവമല്ലേ മക്കൾ കണ്ടത്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഏറെ മക്കൾ ജനിച്ചിട്ടുണ്ടെങ്കിലും കുറഞ്ഞ മക്കളെ ഹയാത്ത് കാലത്ത് ബാക്കിയുള്ളൂ. 49 മക്കൾ ജനിച്ചിട്ടുണ്ട്, 10-13 മക്കളെ ബാക്കിയുള്ളൂ. ആ മക്കളൊക്കെ വസിയത്ത് കൊടുത്ത് പിന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉളു എടുത്ത് മഹാനവറുകൾ ഒരു കട്ടിലേക്ക് കയറുന്ന സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നത്, എനിക്കൊറ്റ മനുഷ്യനെയും പേടിയില്ല, ഒരൊറ്റ മലക്കിനെയും എനിക്ക് പേടിയില്ല, മലക്കുൽ മൗത്തിനെയും എനിക്ക് പേടിയില്ല. കാരണം ഔലിയാക്കൾ ആരെ പേടിക്കണം? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അല്ലാഹു അവർക്ക് സന്തോഷമല്ലേ സമ്മാനമായി നൽകിയത്. ഒന്നുകൊണ്ടും അവർ പേടിക്കേണ്ടതില്ലല്ലോ. എന്നിട്ട് ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശിശുമക്കൾ കാണുന്നത് സലാം അടക്കുന്ന രംഗമാണ്. വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം. അങ്ങനെ കൂടെ സലാം അടക്കിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സന്തോഷത്തോടെ കലിമ ചൊല്ലുന്നു. ചൊല്ലി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുറെ ആവർത്തിച്ച് ചൊല്ലി. പിന്നെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. കൂട്ടത്തിൽ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ചെറിയൊരു അസുഖം വന്നപ്പോ മക്കൾ ചോദിച്ചു, അവിടുത്തെ മകനായ അബ്ദുൽ വഹാബുൽ ജീലാനി തങ്ങൾ ചോദിച്ചു, ഉപ്പാ എങ്ങനെയുണ്ട് ശരീരത്തിന്റെ അവസ്ഥ? ഉപ്പ പറയുന്നു, മോനെ ജമീഉ അല്ലാഹി തുലിമുനി, എന്റെ അവയവങ്ങൾ മുഴുവനും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇല്ലാ ഖൽബി, എന്റെ ഖൽബിനൊരു വേദനയുമില്ല. വഹുവ മഅല്ലാഹ്, ഖൽബ് അല്ലാഹുവിന്റെ നോട്ടത്തിലാണ്, അല്ലാഹുവിനോടൊപ്പമാണ്, അല്ലാഹുവിന്റെ സഹായത്തിലാണ്. നല്ല കലിമ ചൊല്ലിയിട്ട് ചൊല്ലിയ കലിമ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലാഹ്
അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ പറയുമ്പോ നമ്മളെ നാവൊക്കെ മേലോട്ട് തട്ടുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ നാവ് ഇങ്ങനെ തട്ടി നിന്നുകൊണ്ടാണ് ശൈഖ് ജീലാനി തങ്ങൾ വഫാത്തായത്. വന്നു നോക്കുന്ന ആളുകൾക്കൊക്കെ ഉറപ്പാണ്, കലിമ ചൊല്ലിപ്പോയി, നാവ് പോയി നിൽക്കുന്നത് കണ്ടില്ല. അല്ലാ എന്ന് പറയുമ്പോ തായോട്ടുള്ള നാവ് മേലോട്ട് പൊങ്ങിയ അതേ പൊക്കം നിലനിൽക്കുന്നുണ്ട്. അത് വാരുന്ന ആളുകൾ മുഴുവനും കാണുന്നു. ശൈഖ് ജീലാനി തങ്ങളെ വാ അല്പം തുറന്നിട്ടുണ്ട്, നാവ് പോയി മേലോട്ട് മുട്ടി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കണ്ടുറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സന്തോഷമുള്ള വഫാത്താണ് അവർക്ക് അല്ലാഹു നൽകിയത്. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് സന്തോഷിക്കുന്ന വഫാത്താണ് ശൈഖ് ജീലാനി തങ്ങളെ പോലെയുള്ള മുഴുവൻ മഹാന്മാർക്കും അല്ലാഹു നൽകിയത്. അതിന്റെ കാരണം അവരെ ഇസ്തിഖാമത്തിലായിട്ടുള്ള ജീവിതമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വസിയ്യത്ത് മാത്രം എണ്ണി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. ശൈഖ് ജീലാനി തങ്ങളെ ഒറ്റ വസിയ്യത്ത് മഹാനവറുകൾ പറഞ്ഞു, പലപ്പോഴും പറയാറുണ്ട്, ഇദാ വജദ്ത ഫീ ഖൽബിക ബുഗ്ള ശഖ്സിൻ ഔ ഹുബ്ബഹു, ഒരാളോട് നിനക്ക് വിരോധമുണ്ടെങ്കിൽ, ഒരാളോട് നിനക്ക് പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ, രണ്ടും ആകാം. ഒരാളോട് വെറുപ്പാകാം, വേറൊരാളോട് സ്നേഹമാകാം. ആരോടും നിനക്ക് വെറുപ്പുണ്ടോ സ്നേഹമുണ്ടോ, നീ അത് ശരിയാണോ അല്ലേ തീരുമാനിക്കേണ്ടത് എങ്ങനെയാ? ഫഅഅദിൽ അഫ്ആലഹു വലൽ കിതാബി വസ്സുന്നഹ്, നീ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ, നീ വെറുക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഖുർആനിനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നീ ഒന്ന് നോക്കണം. അയാളെങ്ങനെ, ജീവിതം എങ്ങനെയാണ്? ഫൈൻകാന മഹ്ബൂബത്തൻ ഫീഹിമാ, ഖുർആനും സുന്നത്തനുസരിച്ച് തൃപ്തിപ്പെടുന്ന ജീവിതമാണെങ്കിൽ ഫഅഹിബ്ബഹു, നീ അയാളെ നല്ലോണം ഇഷ്ടം വെക്കാം. ഇങ്ങനെ ഇഷ്ടം വെക്കേണ്ടത് അയാളെ ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ഖുർആനിൽ അല്ലാഹു തആല ഊന്നി പറഞ്ഞ വിഷയമാണ് 5 വക്ത് നിസ്കാരം, പ്രത്യേകിച്ച് ജുമുഅ ഒന്നും മുടക്കില്ലാതെ നിർവഹിക്കുന്ന ആളാണ്, നല്ലോണം സ്നേഹിക്കണം. സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്തും റവാത്തിബും ഒക്കെ നിസ്കരിക്കുന്ന നല്ല മനുഷ്യനാണ്, നല്ല ആണാ, നല്ല പെണ്ണാണ്. ആ അർത്ഥത്തിൽ നീ അവരെ സ്നേഹിക്കണം. അവരുടെ സ്വഭാവം എങ്ങനെയാണ്? ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി നീ നോക്കി, നല്ല ക്ഷമയുള്ള, നല്ല സഹനമുള്ള, നല്ല പ്രതിരോധമുള്ള, സഹവാസമുള്ള, സൗഹാർദ്ദമുള്ള, സംയമനമുള്ള നല്ല സ്വഭാവമാണ് അവർക്കുള്ളത്. എന്നാ നീ സ്നേഹിക്കണം. ഭൗതിക കാര്യങ്ങളിൽ ആക്കാക്കിയിട്ടല്ല സ്നേഹിക്കേണ്ടത് എന്നർത്ഥം. ഖുർആനിലും സുന്നത്തിനും അടിസ്ഥാനപ്പെടുത്തിയവരുടെ ജീവിതത്തെ നീ പരിശോധിക്കുമ്പോൾ നല്ല ജീവിതമാണ്, നന്നായി സ്നേഹിക്കണം. വൈൻകാന മക്രൂഹതൻ, ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി നീ നിന്റെ ഇൽമനുസരിച്ചും മറ്റുള്ളവർ നിനക്ക് പകർത്തി തന്ന ഇൽമനുസരിച്ചും നീ മനസ്സിലാക്കി നോക്കുമ്പോ ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി വെറുക്കപ്പെടുന്ന ജീവിതമാണ്. നിസ്കരിക്കാത്തവനെ അല്ലാഹു ഖുർആനിൽ തന്നെ പരാജിതരിൽ എണ്ണിയിട്ടില്ലേ? പലിശ വാങ്ങുന്നവനെ അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച് എണ്ണിയിട്ടില്ലേ? പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന ആളുകളെ ഏറ്റവും താഴ്ന്ന ആളായിട്ട് ഹദീസ് പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ വെറുക്കപ്പെടുന്ന രീതിയിലാണോ നിലപാട്? എന്നാ നീ അയാളെ മനസ്സുകൊണ്ട് അങ്ങ് വെറുക്കണം. അല്ലാ തുഹിബ്ബഹു ബിഹവാക വതുബ്ഗിളഹു ബിഹവാക, ഒരാളെയും നിന്റെ ഇച്ഛ കൊണ്ട് നീ വെറുത്തു പോകരുത്, നിന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് നീ അങ്ങ് സ്നേഹിച്ചു പോകരുത്. നിന്റെ ഇഷ്ടം ഒന്നിനും അടിസ്ഥാനമല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് അടിസ്ഥാനം. അതിന് രണ്ടിനും തൃപ്തികരമാണോ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ, എന്നാ നീ അങ്ങ് സ്നേഹിക്കണം. അതല്ല രണ്ടു നോക്കിയിട്ടും വെറുക്കപ്പെടുന്ന രീതിയിലാണോ, നീ അങ്ങ് വെറുത്തേക്കണം. അപ്പൊ നിന്റെ മനസ്സിനും വിഷമമില്ല, കാരണം നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നീ വെറുത്തത്. അള്ളാഹു വെറുക്കാൻ പറഞ്ഞത് കൊണ്ടാ നീ വെറുത്തത്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കാൻ പറഞ്ഞത് കൊണ്ടാ നീ വെറുത്തത്, അവർ സ്നേഹിക്കാൻ പറഞ്ഞത് കൊണ്ടാ നീ സ്നേഹിച്ചത്. ആ അടിസ്ഥാനത്തിൽ സ്നേഹിക്കാനും വെറുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ പറ്റിയാണ് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിലുള്ള ഹുബ്ബ്, അള്ളാഹുവിലുള്ള വെറുപ്പ്, രണ്ടും ആ രൂപത്തിൽ. എന്താ അവനോട് സലാം പറയാത്ത? അവനോട് സലാം പറയാൻ പറ്റില്ല, അവൻ ഫാസിക്കാണ്, നിസ്കരിക്കല്ല. അതുകൊണ്ട് ഇനി മടങ്ങട്ടെ, നന്നാകട്ടെ, അപ്പൊ സലാം പറയും. അപ്പൊ എന്തിനാ നിന്റെ സലാം? ഓനെന്തേലും ചെയ്യാനോ എതിർക്കാനോ കൊല്ലാനോ അല്ല.
ഓന്റെ ആ പ്രവൃത്തിയോട് നിനക്ക് വെറുപ്പാണ്. ഏത് പ്രവൃത്തി? നിസ്കരിക്കൂല എന്നുള്ള പ്രവൃത്തിയോട്. വലിയ മോശപ്പെട്ട പണിയല്ലേ നിസ്കരിക്കാതിരിക്കുക. വേറെന്ത് ചെയ്യാത്ത പോലെയല്ലോ നിസ്കരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ. ശരിക്കാത്തും ഫാസിക്കല്ല. പിന്നെ എങ്ങനെ സലാം പറയാം? എന്താ നീ ഓനെ പരിപാടിക്ക് ക്ഷണിക്കാത്ത? നിന്നോട് പരിപാടിക്ക് പലരും ഉണ്ടല്ലോ. ഓനെ ക്ഷണിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്തേ? ഓൻ ജുമാക്ക് പോകല്ല. യാതൊരു കുഴപ്പമില്ല, ജുമാക്ക് പോകാം. എന്താ ജുമാക്ക് പോകാത്തത്? പത്രത്തിൽ വന്നിട്ടില്ലോ ജുമാക്ക് പോകണം എന്നുള്ള നിർദ്ദേശം, അതുകൊണ്ടാ പോകാത്തത്. പത്രത്തിൽ ജുമാക്ക് പോകണം എന്നുള്ള നിർദ്ദേശം വരാൻ വേണ്ടി കാത്തിരിക്കാം. ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ പത്രത്തിൽ നിന്ന് കല്യാണത്തിൽ പോകണം, ചന്തയിൽ പോയി തിരക്കണം, മാർക്കറ്റിൽ പോയി വീഴണം, അവിടെ പോയിട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കണം, അതൊക്കെ വന്നോ? അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഈ ജുമാന്റെ കാര്യം വേണ്ടതാണ്. ജുമാക്ക് അയാൾ പോകൂല, നിസ്കരിച്ചൊക്കെ ചെയ്യും. പിന്നെ അയാളെങ്ങനെ സ്നേഹിക്കാനാണ്? നീ അയാളെ വെറുക്കുന്നത് അയാൾ നിനക്ക് വല്ലതും തരാഞ്ഞിട്ടോ അല്ലെങ്കിൽ വല്ലതും തന്ന് തിരിച്ചേണ്ട ഒന്നുമല്ല. അള്ളാഹു അയാളെ വെറുത്തൊരു സ്വഭാവം അയാളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തൊരു സ്വഭാവം അയാളിലുണ്ട്. അത് അയാളിൽ നിന്ന് നീങ്ങാനാണ് എന്റെ വെറുപ്പ്. അയാളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ താറടിക്കാനോ ഒന്നിനുമല്ല. ആ നിലക്ക് സ്നേഹിക്കാനും ആ നിലക്ക് വെറുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.